ആൺപിള്ളേർക്ക് പ്രത്യേകിച്ച് പെൺപിള്ളേർ സാരി ഉടുത്ത് കാണാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ അതാണ് ഭംഗി. എന്താണ് അത്? ആ ഒരു മെസ്മറൈസിങ് പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു ഫാക്ടർ എന്താണ് ഒരു സ്ത്രീ സാരി ഉടുത്ത് വരുമ്പോൾ? സാധാരണ ഈ ചോദ്യം ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. എടാ, ഈ ആൺപിള്ളേർക്ക് സാരിയെക്കുറിച്ച് എന്നാ അറിയാനാണ്? പക്ഷെ ഞാൻ പറയും, ആൺപിള്ളേർക്കാണ് ഏറ്റവും നന്നായിട്ട്, ആൺപിള്ളേർക്കല്ല ആണുങ്ങൾക്കാണ് ഏറ്റവും നന്നായിട്ട് ഒരു സാരി ഏറ്റവും ബെസ്റ്റായിട്ട് ഒരു ആൾ വരുമ്പോഴത്തേന് എങ്ങനെയാവുമെന്ന് പറയാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സിൽക്ക് മറ്റൊരു ഫേബ്രിക്കിനെ പോലെ അല്ല. സിൽക്കിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഒരു കൊച്ചിനെ സൂക്ഷിക്കുന്ന പോലെ നമ്മൾ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ ഇതിന് ഡാമേജ് ഉണ്ടാവാതിരിക്കത്തുള്ളൂ. പക്ഷെ നമ്മൾ സൂക്ഷിച്ചാലും ഡാമേജ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. നമ്മുടെ വീവറിൻ്റെയോ സെറിയുടെയോ ഇതിൻ്റെ ഒന്നും കുഴപ്പമല്ല. സിൽക്ക് ആണെങ്കിൽ ഈ പറയുന്നത് പോലത്തെ പ്രശ്നങ്ങൾ വരും. സൺലൈറ്റിൻ്റെ നേരെ താഴെ ഇടാതെ എന്നാ പറയുന്നത്, നമ്മൾ ഒരു ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് ഇടേണ്ടത് നേരെ അല്ല സാരി ഇടേണ്ടത്. നമ്മൾ അടുക്കി വെക്കുന്നതിന് പകരം ഒരു മുണ്ടിനകത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതാണ്. നമ്മൾ സാരി ഉടുക്കുമ്പോൾ നമുക്കായിരിക്കണം ഇമ്പോർട്ടൻസ് വരുന്നത്, സാരിക്ക് ആയിരിക്കരുത്. ഡെസ്കി സ്കിൻ ടോൺഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ തീരെ ലൈറ്റ് കളേഴ്സ്, ഭയങ്കര ബ്രൈറ്റ് കളർ, ഇത് രണ്ടും അവർക്ക് ചേരാൻ, ഞങ്ങളുടെ സ്കിൻ ടോൺ ആൾക്കാർക്ക് ചേരാൻ സാധ്യതയില്ല. കുറച്ചും കൂടെ ഡാർക്കും ബ്രൈറ്റും ആയിട്ടുള്ള കളേഴ്സ് ആണെങ്കിൽ പെട്ടെന്ന് ആ ബ്രൈഡൽ ലുക്ക് കിട്ടുകയും ചെയ്യും. ഭയങ്കര അവരുടെ കോംപ്ലക്ഷൻ ആയിരിക്കും കുറച്ചും കൂടെ നന്നായിട്ട് നിൽക്കും. നല്ല ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ ഫ്ലൂറസൻ ഗ്രീൻ പോലത്തെ കളേഴ്സും ഉറപ്പായിട്ടും ചേരാനാണ് സാധ്യത കൂടുതൽ. ഈവൻ പേസ്റ്റൽസിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഷെയ്ഡ്സും ചേരും. മാരേജിന് ഒരുങ്ങുന്ന ഒരു പെൺകുട്ടി വെഡിങ് സാരി പ്രിപ്പറേഷൻ എന്തൊക്കെ എടുക്കണം, അത് എപ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം? ഇതുവരെ കാണാത്തൊരു ഡിസൈൻ അല്ലെങ്കിൽ സാരി, അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ബോഡി ഷേപ്പും പാറ്റേൺസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബോർഡർ ഉള്ള സാരി എല്ലാവർക്കും ചേരില്ല. പക്ഷേ ഒരു മീഡിയം സൈസ് ബോർഡേഴ്സ് ആണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ചേരും. ഈ ഹൈറ്റും ബ്രോഡർ ഷോൾഡറും ഉള്ള ആൾക്കാർക്ക് ഭയങ്കര ഭംഗി കൂടുതൽ തോന്നിക്കാൻ സാധ്യതയുണ്ട് ബോർഡർ ഉള്ള സാരീസ്. പക്ഷേ നേരെ തിരിച്ച് കുറച്ച് ഹൈറ്റ് കുറവാണ്, ഒരു ഡ്രൂപ്ഡ് ആയിട്ടുള്ള ഒരു വിധത്തിലുള്ള ഷോൾഡർ ആയിട്ടുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഹായ് ഗൈസ്, വെൽക്കം ടു പിങ്ക്. സോ ഇന്ന് എൻ്റെ ഗസ്റ്റ് ഒരുപാട് പെൺകുട്ടികളുടെ ഡ്രീംസ്, അവരുടെ ഡ്രീം ഡേ ഭയങ്കര ബ്യൂട്ടിഫുള്ളാക്കി തീർത്ത ഒരാളാണ്. അവരുടെ ആ ബ്യൂട്ടിഫുൾ ഡേയിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഹായ് ജോയൽ ജേക്കബ് മാത്യു. ഹായ്. ഹലോ. ഇപ്പം ജോയലിനെ എല്ലാവർക്കും അറിയാം, നമ്മുടെ എംലോഫിൻ്റെ ഫൗണ്ടറാണ്. സോ ഹൗ ആർ യു ജോയൽ? ഐ ആം ഗുഡ്. ആണ്, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ ഒരുപാട് തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് ഗ്യാപ്പ് തന്ന് ഒരു പോഡ്കാസ്റ്റിൽ സമ്മതിച്ചതിന് ഒരുപാട് താങ്ക് യു. ഓക്കെ, ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഞാനൊരു പെൺകുട്ടിയാണ്. സോ ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഒരു പെൺകുട്ടിയാണ് ഇരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ ഒരു ചോദ്യം ചോദിക്കില്ല. നമുക്ക് ഇപ്പോൾ സാരി ഉടുത്ത് അങ്ങനെ കാണുമ്പം, അതായത് ഈ ആൺപിള്ളേർക്ക് പ്രത്യേകിച്ച് പെൺപിള്ളേർ സാരി ഉടുത്ത് കാണാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ അതാണ് ഭംഗി എന്നൊക്കെ ഒരു ഗ്ലോറിഫിക്കേഷൻ ഉണ്ട് ആ ഒരു സൈഡിലേക്ക്. ആക്ച്വലി എന്താണ് അത്? ആ ഒരു മെസ്മറൈസിങ് പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു ഫാക്ടർ എന്താണ് ഒരു സ്ത്രീ സാരി ഉടുത്ത് വരുമ്പോൾ? അതായത് ഞാൻ എന്നാ വിശ്വസിക്കുന്നതെന്നറിയാമോ? സാധാരണ ഈ ചോദ്യം ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. എടാ, ഈ ആൺപിള്ളേർക്ക് സാരിയെക്കുറിച്ച് എന്നാ അറിയാനാണ്? പക്ഷെ ഞാൻ പറയും, ആൺപിള്ളേർക്കാണ് ഏറ്റവും നന്നായിട്ട്, ആൺപിള്ളേർക്കല്ല ആണുങ്ങൾക്കാണ് ഏറ്റവും നന്നായിട്ട് ഒരു സാരി ഏറ്റവും ബെസ്റ്റായിട്ട് ഒരു ആൾ വരുമ്പോഴത്തേന് എങ്ങനെയാവുമെന്ന് പറയാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ സിനിമയ്ക്കകത്തൊക്കെ കാണാറില്ലേ, സിനിമയ്ക്കകത്ത് കാണുമ്പോഴത്തേന് നോർമലായിട്ടൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേനൊന്നുമില്ല. നായകനെ കണ്ടുമുട്ടുന്ന ആ സമയം ചിലപ്പം ഒരു സാരി ഉടുത്ത് ഒരു ചെറിയ പാട്ടൊക്കെ വെച്ച് അത് എന്തുകൊണ്ടാണ് അവർ ആ സിനിമയ്ക്കകത്ത് ആ ഒരു പോർഷനിൽ സാരി ഉടുപ്പിച്ചിട്ട് വരുന്നത്? ഒരു പെങ്കൊച്ചിനെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള, ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ മാത്രമല്ല, ഞങ്ങൾ 90s കിഡ്സ് ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, എൻ്റെ എല്ലാ ഫ്രണ്ട്സും എപ്പോഴും നമ്മൾ ആലോചിക്കുമ്പോൾ സാരിയൊക്കെ എടുത്ത് നല്ല ആ ഒരു ലുക്കിലായിരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ഒരു പെൺകുട്ടിയുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു
ഒരു വേർഷൻ വേർഷൻ എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും സാരിയിൽ തന്നെ ആയിരിക്കും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഉള്ള ഒരു വേർഷൻ എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര കൾച്ചറലി ഭയങ്കര എന്താ പറയുക വാസ്റ്റ് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ്. സോ ഇപ്പോൾ കേരളത്തിൽ തന്നെ എടുത്തു നോക്കുമ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് കല്യാണങ്ങളുണ്ട്. നമുക്ക് ക്രിസ്ത്യൻ വെഡിങ്, മുസ്ലിം വെഡിങ്, ഹിന്ദു വെഡിങ്, അങ്ങനെ. അപ്പം ഇതിലെല്ലാം നമ്മൾ ട്രഡീഷണൽ കൂടുതലും ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒരു കസ്റ്റം ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഈ ഒരു ഒരു റിലീജിയൻ എടുത്ത് നോക്കുമ്പോഴും ഒരു കോമൺ ആയിട്ട് വരുന്ന വല്ല ഒരു കസ്റ്റമോ അല്ലെങ്കിൽ ഒരു പ്രാക്ടീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ ഒരു മന്ത്രകൂടി എടുക്കുന്ന സമയത്ത്? മന്ത്രകൂടി എന്ന് പറയുന്നത് നമ്മുടെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു എല്ലാത്തിൻ്റെയും ബേസ് വരുന്നത് ഹിന്ദു കൾച്ചറിൽ നിന്നാണല്ലോ. അപ്പം അതായത് പുടവ കൊടുത്ത് അതായത് പണ്ടത്തെ കാലത്ത് ഞാൻ നിന്നെ സംരക്ഷിച്ചുകൊള്ളാം എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ പുടവ എന്ന് പറയുന്നത്. സാധാരണഗതിക്ക് ക്രിസ്ത്യൻസിൻ്റെ ഇടയിലാണെങ്കിൽ ചെറുക്കൻ്റെ ഡ്രസ്സ് പെണ്ണിൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ ഈ മന്ത്രകൂടി സാരി ചെറുക്കൻ്റെ വീട്ടുകാരുമാണ് എടുക്കുന്നത്. അപ്പം പക്ഷേ ഇപ്പം അങ്ങനെ കുറച്ചും കൂടെ മാറിയിട്ടുണ്ട്. മന്ത്രകൂടി സാരി പെണ്ണ് തന്നെ എടുക്കുക, ചെറുക്കൻ്റെ അങ്ങനെയൊക്കെ എടുക്കുന്നവരുണ്ട്. പക്ഷേ സ്റ്റിൽ ആ ഒരു ആചാരം ഇപ്പോഴും ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. പണ്ട് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ഓഫ് ഹിന്ദു ബ്രൈഡ്സും മുസ്ലിം ബ്രൈഡ്സും ബ്രൈറ്റർ കളേഴ്സ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ബ്രൈറ്റർ കളേഴ്സ് ആണ് പ്രോസ്പെറിറ്റി കൊണ്ടുവരുന്നതെന്ന്. ബ്രൈഡ് ആണെങ്കിൽ റെഡ് എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. ക്രിസ്ത്യൻസ് ആണെങ്കിൽ പേസ്റ്റൽസ്, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ആ സാധനം മുഴുവൻ മാറിപ്പോയി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻസിൻ്റെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ എൻഗേജ്മെൻറ്റിനൊക്കെ മോസ്റ്റ് ബ്രൈറ്റർ കളേഴ്സ് ഞാൻ കണ്ടിട്ടുള്ള എൻഗേജ്മെന്റ്. പിന്നെ ചേർച്ച് വെയറിൽ നമുക്ക് അങ്ങനെയല്ലേ പറ്റത്തുള്ളൂ, അതായത് പേസ്റ്റൽസേ പറ്റത്തുള്ളൂ. പക്ഷെ മന്ത്രകൂടിയിലാണെങ്കിലും മോസ്റ്റ് വൈബ്രന്റ് കളേഴ്സ് അത് അങ്ങനെ മാറി. നേരെ തിരിച്ച് മുസ്ലിം ബ്രൈഡ്സും ഹിന്ദു ബ്രൈഡ്സും പേസ്റ്റൽസേ നോക്കത്തില്ലാതിരുന്ന ആൾക്കാർ ഇപ്പം എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ ബ്രൈഡ്സ് ഒരു എനിക്ക് തോന്നുന്നു 70% ഓഫ് ദ ബ്രൈഡ്സും പേസ്റ്റൽസ് ആണ്. ഫസ്റ്റ് സാരി 2 ലുക്ക് ഉണ്ടാവുമല്ലോ, ഫസ്റ്റ് സാരി അല്ലെങ്കിൽ സെക്കൻഡ് സാരി ഏതെങ്കിലും ഒരെണ്ണം ഒരു പേസ്റ്റൽ സാരിയിലേക്ക് മാറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു എലഗൻസ് വേറെ ആണ് താനും, പക്ഷേ എനിവേ അങ്ങനെ മാറിയിട്ടുണ്ട്. ഒരുപാട് പല ആൾക്കാരും പല രീതിക്കാണ് മാരേജിനെ കാണുന്നത്. ഇപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജ് ഇപ്പോൾ റീസെൻ്റ്ലി നടന്നു. അപ്പോൾ അവളുടെ മീൻസ് കല്യാണ സാരി എന്ന് പറയുന്നത് അവളുടെ അമ്മയുടെ ആയിരുന്നു. അത് വീണ്ടും നമ്മൾ റീവീവ് ചെയ്ത് ഡിസൈൻ ചെയ്ത് അങ്ങനെ കൊണ്ടുവന്നു. പക്ഷേ ചില ആൾക്കാർ ഓൾറെഡി ഒരാളുടെ കല്യാണത്തിന് ഉടുക്കില്ല, നമ്മൾ പുതിയത് തന്നെ മേടിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലത്തെ ഐഡിയാസ് ക്ലാഷ് ഒക്കെ വന്നിട്ടുണ്ടോ? ഇതേപോലെ വീട്ടുകാരും ഇല്ല എനിക്ക് അമ്മയുടെ സാരി വേണം, അല്ലെങ്കിൽ അതിനോടുള്ള ഒരു അപ്രോച്ച് എന്താണ് ജോയിന്? ഒരുപാട് ഇപ്പം റീസെൻ്റ്ലി ഇപ്പം എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ കുറച്ചും കൂടെ ആക്റ്റീവ് ആയതിനു ശേഷം ഈ പറഞ്ഞതുപോലെ പഴയ സാരീസ് ചേട്ടാ ഇതേ സെയിം സാരി ചെയ്ത് തരാൻ പറ്റുമായിരിക്കുമോ, അതൊക്കെ പൊടിഞ്ഞു പോയി അതൊന്ന് റിപ്പയർ ചെയ്ത് ഇത് ചെയ്ത് തരാൻ പറ്റുമായിരിക്കും എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അത് പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഡിപ്പെൻസ്, ഓരോ ആൾക്കാരും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിന്താഗതി ഉള്ള ആൾക്കാരാണല്ലോ. അപ്പം ചില ആൾക്കാർക്ക് അമ്മയുടെ ആ ഒരു ബ്ലെസ്സിങ് അതേപോലെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ചില ആൾക്കാർ ആ സാരി എടുത്തുകൊണ്ട് വന്ന് അത് ലെഹങ്കയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് റീകൺവേർട്ട് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു സാധനത്തിന് ആ ഒരു ഫേബ്രിക് എവിടെയെങ്കിലും ഈ സാരിയിലേക്ക് കൊടുത്തിട്ട് ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തൊരു സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാരി ഒരു ബനാറസി സാരിയാണ്. അപ്പം അതിൽ കുറച്ച് പാർട്ടേ ശരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ആ അത്രയും പാർട്ട് മാത്രം അതിനകത്തുനിന്ന് എടുത്ത് ബാക്കി വേറെ ഫേബ്രിക് എക്സ്റ്റെൻഡ് ചെയ്ത് അതിലേക്ക് ഹാൻഡ് വർക്ക് ചെയ്തെടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ആ അമ്മയുടെ ആ ഒരു ആ ഒരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ അമ്മയുടെ ഒരു പാർട്ട് എൻ്റെ കൂടെ എന്നും എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് ആ കൊച്ചു അതിനെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ഇപ്പം ഒരുപക്ഷെ ഇപ്പം എൻ്റെ സിസ്റ്ററിനെ പോലുള്ള ആൾക്കാരാണെങ്കിൽ ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല, ഒരു ദിവസം കല്യാണമേ ഉള്ളൂ, അന്ന് എനിക്ക് ഉടുക്കാൻ പറ്റുന്നതിലെ ഏറ്റവും നല്ല സാരി ആയിരിക്കണം എന്നുള്ള ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കൂടുതലും. ഒരു 99% ആൾക്കാരും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഒരു സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കല്യാണ സാരി, ചില ആൾക്കാർ വന്നിട്ട് 2 വിധത്തിൽ ആൾക്കാർ വരും. അതായത് കല്യാണ സാരി ഒരു ദിവസം അല്ലേ ഉടുക്കുന്നുള്ളൂ, അപ്പം ആ ഉടുക്കുന്ന ദിവസം എന്തിന് ഇത്രയും എക്സ്പെൻസീവായിട്ട് ചിലവാക്കുന്നതിൻ്റെ ആവശ്യമുണ്ടോ, ഒറ്റ ദിവസത്തിന് വേണ്ടി ഇത്രയും പൈസ ചിലവാക്കേണ്ട ആവശ്യമുണ്ടോ? വേറെ ചില ആൾക്കാരുണ്ട് എന്നെപ്പോലെയുള്ള ആൾക്കാർ, ഒറ്റ ദിവസമേ ജീവിതത്തിലുള്ളൂ, അങ്ങനെ ദൈവം അനുഗ്രഹിച്ചാൽ. അപ്പം ആ ഒറ്റ ദിവസം ഏറ്റവും ബെസ്റ്റായിരിക്കണം. എനിക്കൊരൊറ്റ പെങ്ങളേ ഉള്ളൂ, ഒരു സിസ്റ്ററേ ഉള്ളൂ. അപ്പോൾ അവൾ ജനിച്ച സമയം മുതൽ ഞാൻ ഇങ്ങനെ കുറച്ച് ഈ മറ്റേ ചേട്ടച്ച സ്റ്റൈലാണ്. അപ്പോൾ എനിക്ക് മോളെ പോലെയാണ്. അപ്പം
അവള് ഒരു ഇച്ചിരി പ്രായമായപ്പോൾ മുതൽ എൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ് അവളുടെ കല്യാണം. അപ്പം അവളുടെ കല്യാണ സാരിയെ പറ്റി അല്ലെങ്കിൽ അവളുടെ അന്നത്തെ ലുക്ക് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പം ഞാൻ ഇച്ചിരി കൂടെ കൂടുതൽ കഷ്ടപ്പെട്ടാൽ മതിയല്ലോ, അല്ലെങ്കിൽ അവൾ ഇച്ചിരി കൂടെ കൂടുതൽ കഷ്ടപ്പെട്ടാൽ മതിയല്ലോ. ഇപ്പം എല്ലാവരും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ കുറച്ചൊരു ഓവർ ടൈമോ അതൊക്കെ ചെയ്യാൻ പറ്റുന്നല്ലേ, കുറച്ചൊരു ഓവർ ടൈം ചെയ്ത് കഴിഞ്ഞാൽ 1-2 ആഴ്ച ഓവർ ടൈം ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ആ ദിവസം ഏറ്റവും ബെസ്റ്റ് ആക്കാൻ പറ്റുമെങ്കിൽ വൈ നോട്ട്, അത് ചെയ്താൽ വരെ. ഇപ്പൊ ഈ പഴയ എന്താ പറയാ സാരികള് നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്ച്വലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. മീൻസ് അതിന്റെ പ്രോസസ്സ് ഭയങ്കര ഹാർഡാണ്. ഇപ്പൊ ഒരു 10-20 എന്തായാലും അമ്മയുടെ സാരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-20-30 വർഷം പഴക്കമുള്ള സാരികളായിരിക്കും. അപ്പൊ അതിന്റെ പ്രോസസ്സ് ആക്ച്വലി ഭയങ്കര ടഫാണ്. ഞാൻ പ്രിഫർ ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാരി ആസ് സച്ച് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര കാരണം എങ്ങനെ നമ്മൾ സൂക്ഷിച്ചു എന്ന് പറഞ്ഞാലും അതിലെവിടെയെങ്കിലും ഒക്കെ കുറേ ഡാമേജസ് ഉണ്ടാവും. അപ്പം അത് ആസ് സച്ച് അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ ഇത് ചെയ്താൽ പോലും അത് ഉടുക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. കുറച്ച് സമയത്തേക്ക് നമ്മളിപ്പം കുറച്ച് സമയത്തേക്ക് ഒരു 10-15 മിനിറ്റിൻ്റെ 2-3 സാരികൾ മാറുന്നതിനകത്ത് ഒരു സാരി അങ്ങനെ വേണമെങ്കിൽ ആക്കാൻ പറ്റും. പക്ഷേ മുഴുവൻ ഫംഗ്ഷനിലേക്കും ഈ സാരി തന്നെയായിട്ട് ഞാൻ അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. പിന്നെ അത് മാത്രമല്ല, അത് നല്ല പാടുമാണ്. കാരണം ഈ പൊടിഞ്ഞു പോകുമെന്നൊക്കെ പറയത്തില്ല സാരി. സിൽക്ക് ആണെങ്കിൽ, അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു മിസ്കൺസെപ്ഷനാണ്, അതായത് ഏറ്റവും വില കൂടിയ സാരി ഏറ്റവും കൂടുതൽ നാൾ ഈ നിൽക്കും എന്നുള്ളത്. നന്നായിട്ട് നോക്കിയില്ലെങ്കിൽ ഇതായിരിക്കും ഏറ്റവും ആദ്യം പോകുന്നത്. സിന്തറ്റിക് ഉള്ള സാരി ആണെങ്കിൽ ഒരു പ്രശ്നവും വരത്തില്ല, ജെറിക്കും പ്രശ്നം വരത്തില്ല, വേറെ ഇതിനൊരു പ്രശ്നവും വരത്തില്ല. സിൽക്ക് കണ്ടന്റ് കൂടുന്നതനുസരിച്ച് നമ്മൾ അതിനെ സൂക്ഷിക്കണം. എത്രമാത്രം സൂക്ഷിക്കാൻ പറ്റുമോ അത്രമാത്രം സൂക്ഷിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഇത് ഈട് നിൽക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ജെറിയുടെ കളറ്, അതായത് നമ്മൾ വെള്ളി കറക്കും എന്ന് പറയില്ലേ, നമ്മുടെ സിൽവർ കറക്കും എന്ന് പറയില്ല, എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇതിലേക്ക് കൊടുത്തിരിക്കുന്ന സിൽവർ അല്ലെങ്കിൽ ഗോൾഡ് കണ്ടന്റിന്റെ ഇതനുസരിച്ച് ഇപ്പം നമ്മുടെ സ്ത്രീകളുടെ വേർപ്പിന്റെ ഒരു റിയാക്ഷൻ മൂലം ആ ഒരു ഭാഗം കറക്കാനും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അത് എപ്പോഴും അങ്ങനെ ആകണം എന്നില്ല. ചില സമയത്തെ വേർപ്പിന്റെ കെമിക്കൽ റിയാക്ഷൻ കൊണ്ടിട്ടായിരിക്കും ആ ഒരു സംഭവം വരിക. അപ്പം അങ്ങനെയുള്ള സ്റ്റെയിൻസ് ഒക്കെ മാറ്റാനൊക്കെ ഭയങ്കര പാടായിരിക്കും, കുറച്ചേറെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ ഈ പ്രൊസീജിയർ മുഴുവൻ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം ഇത് ചെയ്യാനായിട്ട് നമുക്ക് കൊടുക്കുന്ന ആ പ്രൈസ് ഉണ്ടല്ലോ, അതെന്തായാലും നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ. അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും തിരിച്ചു വരുമ്പോൾ ഈ സംഭവങ്ങളൊന്നും മാറിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു വേസ്റ്റ് ഓഫ് മണി ആയിരിക്കും. എവറി സാരി അല്ലെങ്കിൽ എവറി സാരി ടെൽസ് എ സ്റ്റോറി എന്നുള്ള രീതിക്കാണ്. ലൈക്ക് പല ആൾക്കാരും പല ഇമോഷൻസിലൊക്കെ കൂടെ ആയിരിക്കും മേ ബി ഒരു സാരി ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എനിക്കറിയുന്ന തന്നെ ചില ബ്രൈഡ്സ് ഉണ്ട്, ലൈക്ക് ഞങ്ങളുടെ ഫസ്റ്റ് കിസ്, ഞങ്ങളുടെ ആ ഒരു ഇത് ത്രെഡ് വേണം, അല്ലെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് കണ്ട ഡേറ്റ് അത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇങ്ങനെ പല ഇമോഷനിലൂടെ ആയിരിക്കും ചിലൊരു സാരി പോകുന്നത്. അങ്ങനെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തൊരു സാരി സ്റ്റോറി ഉണ്ട്. അതായത് നമുക്ക് 2 വിധത്തിൽ സാരീസ് ഉണ്ടല്ലോ, അതായത് കാഞ്ചീപുരം സാരി ഉണ്ട്, ഹാൻഡ് വർക്ക് സാരീസും ഉണ്ട്. ഈ ഹാൻഡ് വർക്ക് സാരീസ് ഇതെല്ലാം ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഓൺ ഹാൻഡ് വർക്കേഴ്സ് ഉണ്ട്. നമുക്കിപ്പോൾ ഏകദേശം ഒരു 40-45 ഹാൻഡ് വർക്കേഴ്സോളം ഉണ്ട് നമുക്ക്. അപ്പം ഇവർ ആർട്ടിസ്റ്റുകളാണ്. ഇവർ ആദ്യമേ ട്രേസ് ചെയ്തെടുത്ത് വരച്ചെടുത്ത് അത് ട്രേസ് ചെയ്ത് അത് ഇത് ചെയ്ത് അത് നമുക്ക് ഹാൻഡ് വർക്കിൽ ചെയ്തെടുക്കാൻ പോസിബിളാണ്. ഞങ്ങളുടെ മന്ത്രകോടി സാരി, ഞാൻ കൊടുത്ത മന്ത്രകോടി സാരിയിൽ ഞങ്ങളുടെ ആ സ്റ്റോറി ഉണ്ടായിരുന്നു. അത് വീവ് ചെയ്തിട്ടില്ല, അതിന് പകരം വീവ് ചെയ്ത സാരിയുടെ മേളിലേക്ക് ഹാൻഡ് വർക്കിലാണ് ഇത് ചെയ്തത്. അത് നമുക്ക് പോസിബിളാണ്. ഈ പറഞ്ഞ ഡേറ്റ് ആണേലും ഈ പറയുന്ന മെമ്മറീസ് ആണേലും ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പോസിബിളാണ്. പക്ഷേ കാഞ്ചീപുരം സാരിയിൽ വീവ് ചെയ്യാനും പോസിബിളാണ്. വീവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. അത് ഇഫ് യു ആർ വില്ലിങ് ടു ഡൂ ദാറ്റ് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളുടെ 2 പേര് ഇരിക്കുന്ന ഫോട്ടോ ഓക്കെ, അങ്ങനെ ഇപ്പം നമുക്ക് അതെന്തുകൊണ്ടാണ് എക്സ്പെൻസീവ് ആകുന്നതെന്നും കൂടെ ഞാൻ പറയാം. നമുക്ക് വേണ്ടി തന്നെ ഒരു തറി സെറ്റ് ചെയ്യുകയാണ്. ഈ ആദ്യത്തെ ബേസിൻ്റെ സാധനം മുതലെല്ലാം നമുക്ക് വേണ്ടി തന്നെ കസ്റ്റമൈസ് ചെയ്യുകയാണ്. അപ്പം അതെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി മാത്രം വേറൊരാൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ തറി ഈ സാധനം ചെയ്യുന്നതിന് തന്നെ അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തന്നെ ഏകദേശം ഒരു 40,000 rupees കോസ്റ്റ് അതിന് വേണ്ടി തന്നെയുണ്ട്. ജസ്റ്റ് ഫോർ ഈ പറയുന്ന ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ 40,000 rupees ഈ വീവർക്ക് ചിലവാകുന്നുണ്ട്. പ്ലസ് ആ വീവ് ചെയ്യുന്ന ദിവസങ്ങളും ഈ യൂസ് ചെയ്യുന്ന സെറിയും. അപ്പം ഇങ്ങനെ ചെയ്യുന്ന സാരികളിൽ കൂടുതലും ഗോൾഡൻ 1 ഗ്രാമോ 2 ഗ്രാമോ 4 ഗ്രാമോ ഒക്കെ വരെ സെറികൾ യൂസ് ചെയ്ത് ചെയ്യുന്നവരുണ്ട്. അപ്പം സെറിയുടെ പ്രൈസ്
പ്ലസ് ഈ വീവ് ചെയ്യുന്ന സമയം, ഇതെല്ലാം വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ പ്രൈസ് വരിക. അപ്പം കസ്റ്റമൈസേഷൻ കാഞ്ചീപുരം സാരീസ് ഒരുപാട് ഭയങ്കര പാടായിരിക്കും. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഹാൻഡ് വർക്ക് സാരീസിൽ അത് പോസിബിളാണ്. കളറും പാറ്റേണും ഇതും എല്ലാം നമുക്ക് പോസിബിളാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നത് എന്നാന്ന് വെച്ചാൽ വാർപ്പും വെഫ്റ്റും രണ്ടും രണ്ട് കളറിലാണ് വരുന്നത്. പക്ഷേ ഈ രണ്ട് കളറും കൂടെ കൂടുമ്പോഴത്തേനുള്ള കളറ് വേറെ ഒരു കളറായിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന കളറേ ആയിരിക്കുകയല്ല ഈ വരുന്ന കളർ. അപ്പം എനിക്കുണ്ടായ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ കാഞ്ചീപുരം സാരി ചെയ്ത് ഒന്ന് ഹിറ്റായ സമയത്ത് വീവേഴ്സ് പറഞ്ഞു, ഇനി നീ കൺസെപ്റ്റ് കൊണ്ടുവന്നു, നിനക്ക് സാരികൾ നമ്മൾ ചെയ്തു തരാം. അങ്ങനെ ആ ഒരു ഫേസിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട്, അപ്പോൾ ഈ കസ്റ്റമർ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരു സാരി ആർക്കും ഇല്ലാത്തൊരു സാരി ആയിരിക്കണം വേണ്ടത്. അപ്പം ആ ഒരു സാരി നമുക്ക് നെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ കൺസെപ്റ്റ് ഇങ്ങനെയൊക്കെയാണ്, ഇവിടെ നിന്ന് ഇങ്ങനെ ടെമ്പിൾ ബോർഡേഴ്സ് വേണം, ഇവിടെ നിന്ന് ഇങ്ങനെ മയിലിൻ്റെ ഇത് വേണം, ഇവിടെ ഒരു കളറായിരിക്കണം, ഇവിടെ ഒരു കളറായിരിക്കണം, 4 ഗ്രാം ഗോൾഡ് ചെറിയിലായിരിക്കണം നെയ്യേണ്ടത്, ഇതെല്ലാം പറഞ്ഞു. അപ്പം നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ക്ലീഷേ സാധനങ്ങൾ തന്നെ ചെയ്യുന്നതിനകത്ത് ഒരു വലിയ അർത്ഥമില്ലല്ലോ. എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനുള്ള ഇങ്ങനെ തിളച്ച് നിൽക്കുന്ന സമയമാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്യാം, ഇതൊരു അവസരമാണ്. എല്ലാത്തിനകത്തും ഞാനൊരു അവസരം കാണുന്ന ഒരാളാണ്. ഡെഫിനറ്റ്ലി ഞാൻ എല്ലാത്തിനകത്തും ദൈവം ഒരു അവസരം അവിടെ വെച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം ഇതൊരു അവസരമാണ്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ ഇതെല്ലാം റെഡിയാക്കി ഞാൻ കാഞ്ചീപുരം പോയി. ഇവർക്ക് വേണ്ടിയിട്ട് നൂലുകൾ വരെ, അതായത് ഞാൻ വാർപ്പും വെഫ്റ്റും രണ്ടും രണ്ട് കളറാണ്. അപ്പം ഈ വാർപ്പും വെഫ്റ്റിൻ്റെയും കളറായിരിക്കുകയല്ല, ഇത് രണ്ടും കൂടെ കൂടുമ്പോഴത്തേന് സാരിയായി നെയ്ത് വരുമ്പോഴത്തേന്. അപ്പം ഞാൻ ഇവർക്ക് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനായിട്ട് ഞാൻ നൂല് വരെ കൊണ്ടുവന്ന് അത് കാണിച്ച്, ഈ വാർപ്പിനിത് വെഫ്റ്റിനിത് ഇങ്ങനെ ആയിരിക്കും വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് നെയ്യാൻ കൊടുത്തത്. കറക്റ്റ് ദിവസം, ഡെലിവറി ഡേറ്റിൻ്റെ ദിവസമായി സാരി നെയ്ത് വന്നു. ഇവർ വന്നു, വെച്ച് നോക്കിയപ്പോഴത്തേന് പെൺകൊച്ചിന് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഉദ്ദേശിച്ച കളർ ഇതല്ല. ഞാൻ ഉദ്ദേശിച്ച കളറ് ഇതിനേക്കാളും കുറച്ചും കൂടെ ബ്രൈറ്റർ കളറായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പം നമുക്ക് പിടിച്ചേൽപ്പിക്കാൻ പറ്റില്ല ആ സാരി. ഈ എക്സ്പെൻസ് ഞാൻ ബെയർ ചെയ്യേണ്ടി വന്നു. അപ്പം ബെയർ ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അതിന് എനിക്ക് ഇൻ ലാക്സ് ആയിട്ടുണ്ട് അത്. കാരണം സെറിയുടെ പ്രൈസും ഇതും എല്ലാം കൂടെ കൊണ്ടിട്ട് അത് നല്ലൊരു പ്രൈസിലേക്ക്, ഫോർച്ചുനേറ്റ്ലി അതിൽ ഈ ഇവരുടെ ഫോട്ടോസും വേറൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്കത് പിന്നെ വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റി. പക്ഷെ ഞാൻ ആലോചിക്കുകയാണ്, അതിന് പകരം ഇവരുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം കൂടെ ഞാൻ അതിനകത്ത് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇത്രയും പൈസ എൻ്റെ വേസ്റ്റ് ആയി പോയേനെ. അപ്പം അതുകൊണ്ട് ഞാൻ വളരെ കുറേയേറെ ആൾക്കാരെങ്ങനെ പറഞ്ഞിട്ടുള്ള ആൾക്കാരോടും ഞാൻ പറയുന്നത്, നമുക്ക് ഓപ്ഷൻസ് ഉണ്ടല്ലോ, നമുക്ക് ഇത്രയും ഓപ്ഷൻസ് ഇതിനകത്തൊന്ന് വെച്ച് നോക്കി ഉടുത്ത് നോക്കി എടുക്കാം. അതാണ് കുറച്ചും കൂടെ എന്നാ പറയുന്നത്, സേഫ്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെയ്ത് കൊണ്ടുവരുന്ന സാരി നമ്മൾ തന്നെ എടുക്കണം, അതേ എടുക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. 1000 ഓപ്ഷൻ ഇപ്പുറത്തുള്ളപ്പോൾ ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്ന ആ ഒരു സാധനം. സോ ഇപ്പം കോമൺ ആയിട്ട് ഇപ്പൊ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഒരു ഇപ്പം ന്യൂലി കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു കുട്ടി ചിലപ്പോൾ ആലോചിക്കട്ടെ, മോസ്റ്റ് ഓഫ് വെഡ്ഡിങ് സാരീസ് ഏതൊരു കളറിലായിരിക്കും ആൾക്കാർക്ക് ചേർന്ന് പോകുന്നത്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കുറച്ച് കളേഴ്സ് ഉണ്ടാവുമല്ലോ, ആർക്കും അത് ചേർന്ന് പോകാൻ പറ്റുന്ന ഒരു കളർ അല്ലെങ്കിൽ കളർ കോമ്പിനേഷൻസ് ഏതൊക്കെയാണ്? അതായത് ബേസിക്കലി എന്നാ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ സാരി ഉടുക്കുമ്പോൾ നമുക്കായിരിക്കണം ഇമ്പോർട്ടൻസ് വരുന്നത്, സാരിക്കായിരിക്കരുത്. സാരി നല്ലതായിരിക്കണം, പക്ഷെ നമുക്കായിരിക്കണം കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. വാഷ് ഔട്ട് ചെയ്യരുത്. അതാണ് എൻ്റെ കൺസെപ്റ്റ്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ഡെസ്കി സ്കിൻ ടോൺഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ തീരെ ലൈറ്റർ കളേഴ്സ്, അതുപോലെ ഭയങ്കര ബ്രൈറ്റ് കളർ, ഇത് രണ്ടും അവർക്ക് ചേരാൻ, ഞങ്ങളുടെ സ്കിൻ ടോൺ ആൾക്കാർക്ക് ചേരാൻ സാധ്യതയില്ല. അതായത് അങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ ഇച്ചിരിയും കൂടെ നമ്മുടെ കളറിനെ പുറകോട്ട് പോകാൻ ഉള്ള സാധ്യതയുണ്ട്. അതേസമയം കുറച്ചും കൂടെ ഡാർക്കും ബ്രൈറ്റും ആയിട്ടുള്ള കളേഴ്സ് ആണെങ്കിൽ, ഞാൻ പറഞ്ഞത് നോട്ട് ടു ഡാർക്കും ബ്രൈറ്റും ആയിട്ടുള്ള ഷെയ്ഡ്സ് ഉണ്ട്. ആ ഷെയ്ഡ് വരുമ്പോഴത്തേന് പെട്ടെന്ന് ആ ബ്രൈഡൽ ലുക്ക് കിട്ടുകയും ചെയ്യും. അവർക്ക് ഒരു ഭയങ്കര അവരുടെ കോംപ്ലക്ഷൻ ആയിരിക്കും കുറച്ചും കൂടെ നന്നായിട്ട് നിൽക്കുക സാധ്യത. കളർ വെച്ചിട്ട് റെഫറൻസ് വെച്ച് പറയാൻ പറ്റുമോ? ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പം നല്ല ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ ഫ്ലൂറസൻ ഗ്രീൻ പോലത്തെ കളേഴ്സും, അല്ലെങ്കിൽ അങ്ങനത്തെ എന്ന് വെച്ചാൽ നമുക്ക്
പരീക്ഷിക്കാം. ഹോട്ട് പിങ്ക് പോലത്തെ കളേഴ്സും ഒക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ടും ചേരാനാണ് സാധ്യത കൂടുതൽ. ഈവൻ പേസ്റ്റൽസിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഷെയ്ഡ്സും ചേരും. പക്ഷേ നമുക്കൊരു ഇച്ചിരിയും കൂടെ ഡസ്കി സ്കിൻ ടോൺഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ ലില്ലി വൈറ്റിൻ്റെ തന്നെ പല ഷെയ്ഡുകളും ടോണുകളും ഉണ്ടല്ലോ. അപ്പം അതിനകത്ത് തന്നെ ഈ ലില്ലി വൈറ്റ് ഭയങ്കര വൈറ്റ് ആയിട്ടുള്ളത് നമ്മളുടെ സ്കിൻ ടോൺ ആൾക്കാർക്ക് ചേരാൻ സാധ്യതയില്ല. ഐവറി വൈറ്റ് ടു ബേജ് അല്ലെങ്കിൽ ക്രീം പോലത്തെ ഷെയ്ഡ്സ് ആയിരിക്കും കുറച്ചും കൂടി കൂടുതൽ ചേരാൻ സാധ്യതയുള്ളത് പേസ്റ്റൽസിലാണ്. പേസ്റ്റൽസിൽ കുറച്ച് ഷെയ്ഡ്സ്, അതായത് പിങ്ക് ബ്ലെൻഡഡ് ആയിട്ടുള്ള പിങ്കും അല്ലെങ്കിൽ അങ്ങനത്തെ ഷെയ്ഡ്സ് കുറച്ചും കൂടി ചേരാൻ സാധ്യതയുള്ളൂ ഇൻസ്റ്റെഡ് ഓഫ് ഐസ് ബ്ലൂ പോലത്തെ കളേഴ്സിനേക്കാളും. ഐസ് ബ്ലൂ ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ്. ഈ പറയുന്ന ആൾക്ക് അത് ചേരണം എന്നില്ല. അപ്പം അങ്ങനെ ഇപ്പം ഡാർക്കർ സ്കിൻ ടോൺഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഡാർക്കർ ഇപ്പം ബർഗണ്ടിയിൽ അല്ലെങ്കിൽ കാഞ്ചി റെഡ് പോലത്തെ കളേഴ്സൊക്കെ നന്നായിട്ട് സൂട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഈ ബോഡി ഷേപ്പും പാറ്റേൺസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ചിലപ്പോൾ ഹൈറ്റ് കൂടിയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺസ് പറ്റും, ഹൈറ്റ് കുറഞ്ഞ കുറച്ചുകൂടെ തടിയുള്ളത് അല്ലെങ്കിൽ തടിയില്ലാത്ത. അപ്പം ഇവർക്കൊക്കെ പറ്റുന്ന ഡിസൈൻസ് അല്ലെങ്കിൽ ഷേപ്പ് ഓഫ് സാരി ബോർഡർ ഒക്കെ അതൊക്കെ എങ്ങനെയായിരിക്കും? ഓക്കെ, ഈ പറഞ്ഞതുപോലെ ഇപ്പം ബോർഡേഴ്സിൻ്റെ ഒരു സീസണാണ്. കുറച്ച് നാൾ മുന്നേ വരെ ബോർഡർലെസ് ആയിരുന്നു ഇൻ ട്രെൻഡ്. ഇപ്പം ബോർഡർ ഉള്ള സാരി, പഴയ 80s ഉള്ളതുപോലത്തെ സാരീസാണ് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളത്. അപ്പം ബോർഡർ ഉള്ള സാരി എല്ലാവർക്കും ചേരില്ല. പക്ഷേ ഒരു മീഡിയം സൈസ് ബോർഡേഴ്സ് ആണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ചേരും. പക്ഷെ നല്ല വീതിയുള്ള ബോർഡറുകൾ നമ്മളുടെ ഹൈറ്റ് ഉള്ള ആൾക്കാർക്ക് നന്നായിട്ട് ചേരും. ബ്രോഡർ ഷോൾഡർ ഉള്ള ആൾക്കാർക്ക് നന്നായിട്ട് ചേരും. അത് ഇൻഫാക്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ബോർഡർലെസ് സാരികളെക്കാളും അവരെ ഹൈറ്റും ബ്രോഡർ ഷോൾഡറും ഉള്ള ആൾക്കാർക്ക് ഭയങ്കര ഭംഗി കൂടുതൽ തോന്നിക്കാൻ സാധ്യതയുണ്ട് ബോർഡറുള്ള സാരീസ്. പക്ഷെ നേരെ തിരിച്ച് കുറച്ച് ഹൈറ്റ് കുറവാണ്, ഒരു ഡ്രൂപ്ഡ് ആയിട്ടുള്ള ഒരു വിധത്തിലുള്ള ഷോൾഡർ ആയിട്ടുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ബോർഡറുള്ള സാരികൾ അധികം പ്രിഫർ ചെയ്യത്തില്ല. ബോർഡർ ഉണ്ടെങ്കിൽ പോലും അത് ഒന്നെങ്കിൽ ചെറിയ ബോർഡർ ആയിരിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ സൈലൻറ്റ് ബോർഡർ ആയിരിക്കണം. ബോർഡറായിട്ട് ഇങ്ങനെ കാണത്തില്ലാത്ത വിധത്തിലാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ നല്ലതായിരിക്കും എന്ന് നമുക്ക് ഇങ്ങനെ. ഇതെല്ലാം ഓരോ ആൾക്കാരുടെ കണ്ണിൽ ഓരോ ബ്യൂട്ടിയാണ്. ഇപ്പോൾ ഒരു പെയിൻറ്റിങ് അതിൻ്റെ വില എത്രയാണ് എന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേന് ഞാനിടുന്ന വില ആയിരിക്കില്ല നമ്മളിടുന്നത്. അപ്പം അതുപോലത്തെ ഒരു സാധനമാണ് ഇത്. പക്ഷേ എന്നാലും ഇങ്ങനെയാണ് സാധാരണഗതിക്ക് പറയുക. അതുപോലെ ഇപ്പം നമ്മൾ ഈ ഹോർഡിങ്സിലൊക്കെ വെക്കുന്ന സാരീസില്ലേ, അതിലെല്ലാം ഈ മോട്ടീവ്സ് കുറച്ചും കൂടെ നന്നായിട്ട് സാരിയുടെ പൊലിമ കൂടുതലാണെന്നൊക്കെ പറയുന്നത് ഈ മോട്ടീവ്സ് കാണുമ്പോഴാണ്. അപ്പോൾ ഈ മോട്ടീവ്സ് വലിയ വലിയ മോട്ടീവ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വണ്ണം കൂടുതൽ തോന്നിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ബട്ട് ഇൻസ്റ്റെഡ് നമുക്ക് മോട്ടീവ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കൊടുക്കുന്ന ഡിസൈൻസ്, ഇപ്പം നമുക്കൊരു മാംഗോ ഡിസൈൻ അല്ലെങ്കിൽ ഇപ്പം ബനാറസി മോട്ടീവ്സ് ഇൻ കാഞ്ചീപുരം സാരി ഭയങ്കര ട്രെൻഡിങ് ആണ്. ഇപ്പം ബനാറസി സാരിയിൽ തന്നെ വലിയ വലിയ മോട്ടീവ്സുകളാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ വണ്ണം കൂടുതൽ തോന്നിപ്പിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം അത് ഭയങ്കര ലീൻ ആയിട്ടുള്ള ഒരാൾക്ക് ഭയങ്കര നന്നായിരിക്കാം, അല്ലെങ്കിൽ ഒരു മീഡിയം ഷേപ്പുള്ള ആൾക്കാർക്കും ഭയങ്കര നന്നായിരിക്കാം. പക്ഷേ കുറച്ചൊരു ഹെവി വെയിറ്റ് ഉള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഞാനത് പ്രിഫർ ചെയ്യാറില്ല. ഇൻസ്റ്റെഡ് നമുക്കൊരു ലൈൻസിൻ്റെ പോലത്തെ, അതായത് ഈ ലൈൻസ് തന്നെ ആകണം എന്നില്ല. അതായത് ഇപ്പം മോട്ടീവ്സിൽ തന്നെ ഇപ്പം ചെറിയ ബ്രാഞ്ചസും ക്രീപ്പേഴ്സും ആയിട്ട് ഇങ്ങനെ മുകളിലേക്ക് കയറി പോകുന്ന ഒരു അങ്ങനത്തെ ഒക്കെ മോട്ടീവ്സ് ഉണ്ട്. അങ്ങനത്തെ മോട്ടീവ്സ് സെലക്ട് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ ചെറിയ പോട്ട്കാ ഡോട്ട്സ് പോലെയുള്ളത് കുറച്ചും കൂടെ നല്ലതാണ്. ബേസ് കളർ കുറച്ചും കൂടെ കണ്ടിട്ട് ഇങ്ങനത്തെ മോട്ടീവ്സ് ചെറിയ ചെറിയ മോട്ടീവ്സ് ആയിട്ട് വരുന്നത് കുറച്ചും കൂടെ നല്ലതാണ്. അത് അങ്ങനെയുള്ളതാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും, കുറച്ചും കൂടെ പ്രിഫറബിൾ ആയിരിക്കും ഈ പറഞ്ഞ ഇച്ചിരി വണ്ണം ഉള്ള ഒരാൾക്കാർക്ക്. നമ്മള് സാരി എന്താ പറയാ ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സാരി നമ്മൾ എടുക്കണ സമയത്ത് ഏതൊരു കാര്യത്തിലാണ് നമ്മൾ ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ലൈക്ക് ചില ആൾക്കാർ ഇതേപോലെ ഹാൻഡ് വർക്ക് ചെയ്തതായിരിക്കും, ചില ആൾക്കാർ ഇതിൻ്റെ ഒരു ത്രെഡ് കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും, ചില ആൾക്കാർ ഇതിൻ്റെ ബ്രാൻഡ് ഇതാണ് എന്നൊക്കെ അങ്ങനെ പറയുന്ന ആൾക്കാരായിരിക്കും. വിച്ച് പാർട്ട് ഓഫ് എ സാരി we have to like invest on? That you have to decide എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഓരോ പേഴ്സൺ ടു പേഴ്സൺ വ്യത്യാസമാണ്. ഇപ്പം സബ്യാസാച്ചിയുടെ ഒരു സാരി എടുക്കുന്ന ഒരാൾ ആണെങ്കിൽ സബ്യാസാച്ചിയുടെ ചിലപ്പം ഒരു ബോർഡർ ഇത്രയും ഒരു ചെറിയ ബോർഡർ ആയിരിക്കും ആ ബോർഡർ വരുന്നത്. റോസ് സിൽക്കിൻ്റെ ഒരു സാരി ആയിരിക്കും വരിക. അതിൻ്റെ കോസ്റ്റ് വരുന്നത് 3.5 lakhs ആണ്. പക്ഷെ അത് എടുക്കാൻ ആളുണ്ട്. അപ്പം ആ ബ്രാൻഡിനോട് ഇഷ്ടമുള്ള ആൾക്ക്, അല്ലെങ്കിൽ ഇത് എടുക്കുമ്പോൾ അത് ഉടുക്കുമ്പോൾ ആ ആൾക്ക് സന്തോഷം കിട്ടും എന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്.
അങ്ങനെ അങ്ങനെ ബ്രാൻഡിനെ ഇത് ചെയ്യുന്ന ആൾക്കാർ. 2, നമ്മൾ ചില ആൾക്കാർ ഈ കാഞ്ചീപുരം സാരിയുടെ ഏറ്റവും റേഞ്ച് കുറവിലെ സാരി എടുത്തിട്ട് ഹാൻഡ് വർക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. ഹാൻഡ് വർക്ക് ഈ ബോർഡേഴ്സിലേക്കും ബ്ലൗസിലേക്കും ഹെവി ഹാൻഡ് വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പം അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താലും കുഴപ്പമുണ്ടാകത്തില്ല. ചില ആൾക്കാർക്ക് ഇതൊന്നും വേണ്ട, പ്യുവർ പട്ട് തന്നെ വേണം. ഞാൻ ഉടുക്കുന്ന സാരി പട്ട് സാരി, ആ പട്ടെന്ന് പറയുന്നതിനകത്തുണ്ട് ആ പട്ട്. എനിക്ക് വേണ്ടത് ഒരു പട്ട് സാരിയാ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ആ ആൾക്കാർക്ക് പട്ട് തന്നെ കിട്ടിയേ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഡിപ്പെൻഡ്സ് ഓൺ ദ പീപ്പിൾ ടു പീപ്പിൾ അല്ലേ, പേഴ്സൺ ടു പേഴ്സൺ. അതെ, ഇപ്പൊ നമ്മളിപ്പോ സാരി എടുക്കുന്ന സമയത്താണെങ്കിലും സാരി ആയിക്കോട്ടെ, ഇപ്പൊ ഈ ലെഹങ്ക ഇതും ആയിക്കോട്ടെ, നമുക്ക് ഈ വാഷ് ചെയ്യുന്നത് ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടാവില്ല. ചിലത് നമുക്ക് വാഷ് നമ്മൾ പൊതുവേ നമ്മൾ ഇത്രയും വലിയ ഫംഗ്ഷനൊക്കെ ഇട്ടൊരു സാധനം നമ്മൾ ചെയ്യാൻ പൊതുവെ ഈ വെയിലത്ത് കൊണ്ടിടായിരിക്കും. പക്ഷെ ചില സമയത്ത് വെയിലത്ത് കൊണ്ട് ഇടുമ്പോൾ അതിന്റെ കളർ ഫെയ്ഡ് ആവും, ചിലപ്പോൾ അതിന്റെ ആ ഹീറ്റ് കൊണ്ട് ത്രെഡ് പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പൊ ശരിക്കും എന്താണ് അതിനൊക്കെ ഒരു റെമഡി? നമുക്ക് ഇതേപോലെ വീട്ടിലിട്ട് എന്തായാലും വാഷ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ വാഷ് ചെയ്യുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് ഉണ്ടോ? എന്താണ് അതില്? ഇതുവരെ അങ്ങനെ വാഷബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ എൻ്റെ അറിവിൽ കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ സിൽക്കിൽ ഞാൻ പറഞ്ഞല്ലോ, സിൽക്ക് മറ്റൊരു ഫേബ്രിക്കിനെ പോലെ അല്ല. സിൽക്കിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഭയങ്കര ഒരു കൊച്ചിനെ സൂക്ഷിക്കുന്ന പോലെ നമ്മൾ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ ഇതിന് ഡാമേജ് ഉണ്ടാവാതിരിക്കത്തുള്ളൂ. പക്ഷെ നമ്മൾ സൂക്ഷിച്ചാലും ഡാമേജ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. അത് ഒരു കാരണവശാലും നമ്മുടെ വീവറിൻ്റെയോ സെറിയുടെയോ ഇതിൻ്റെ ഒന്നും കുഴപ്പമല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ അമ്മമാരുടെയൊക്കെ ബ്ലൗസസിൻ്റെ ഈ ഒരു ആംപിറ്റ് പാഡിൻ്റെ ആ ഭാഗത്തേക്ക് ഒരു ഡിസ്കളറേഷൻ വന്നിരിക്കുന്നത്? അത് പഴയ സാരിക്ക് ക്വാളിറ്റി കുറവോ കൂടുതലോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാര്യം അങ്ങനെയല്ല. സിൽക്ക് ആണെങ്കിൽ ഈ പറയുന്നത് പോലത്തെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സിൽക്കിൻ്റെ കണ്ടന്റ് കൂടുന്നതനുസരിച്ച് നമ്മൾ ഒരുപാട് സൂക്ഷിക്കേണ്ടി വരുമായിരിക്കും. ഇപ്പം നമ്മളിപ്പം ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞത് ശരിയാണ്, നമ്മളൊരു ചെറു വെയിലത്ത് നേരെ സൺലൈറ്റിൻ്റെ നേരെ താഴെ ഇടാതെ ഒരു ഇച്ചിരി എന്നാ പറയുന്നത് നമ്മളൊരു ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് ഇടേണ്ടത് നേരെ അല്ല സാരി ഇടേണ്ടത്, തിരിച്ച്. അതായത് നേരെ തിരിച്ച് ആണ് നമ്മൾ സാരി ഇത് ചെയ്ത് ഡ്രൈ ചെയ്തെടുത്ത് സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നന്നായിട്ടുള്ളത്. അതുപോലെ സാരി ഇങ്ങനെ നമ്മൾ അടുക്കി വെക്കുന്നതിന് പകരം ഒരു മുണ്ടിനകത്ത് നമ്മുടെ ഒരു സാധാരണ വെള്ള മുണ്ടില്ലേ, അല്ലെങ്കിൽ ഒരു കോട്ടൺ, അല്ലെങ്കിൽ ഒരു മൾ കോട്ടൺ അകത്ത് നമ്മൾ അകത്തായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതാണ്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ സാരി ഒന്ന് എടുത്ത്, ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞാൽ once in a month or twice in once in 2 months ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പം നമ്മളൊന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എയർ കൊള്ളിച്ച് തിരിച്ചു വെക്കുകയാണെങ്കിലും ഒക്കെ കുറച്ചും കൂടെ നാള് അത് നന്നായിട്ട് തന്നെ ഇരിക്കുമായിരിക്കും. അങ്ങനെ ഇപ്പൊ ഈ മാരേജിന് ഒരുങ്ങുന്ന ഒരു പെൺകുട്ടി ഈ കല്യാണ വെഡിങ് സാരി പ്രിപ്പറേഷൻ എന്തൊക്കെ എടുക്കണം, അത് എപ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം, ആൻഡ് ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക്? ഒരു ഹ്യൂജ് പ്രോസസ്. ഒരുപാട് നേരത്തെ എടുക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ ഞാൻ പറയും ഒരുപാട് നേരത്തെ എടുക്കരുത്. തീരെ ഏറ്റവും ലേറ്റസ്റ്റ് കിട്ടാൻ വേണ്ടി ഏറ്റവും ലാസ്റ്റായിട്ട് എടുക്കാൻ വരുന്നവരുണ്ട്. അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. കാരണം നിങ്ങൾക്ക് സമയം കിട്ടത്തില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സീസൺ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും. ചിലപ്പം ഈ വെഡിങ് സീസൺ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഹിന്ദുസിനും മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും ഒരു സീസൺ ഒരുമിച്ചാണ്. ചിങ്ങത്തിലൊന്ന്, ഡിസംബറിലൊന്ന്, അങ്ങനെ എല്ലാവർക്കും ഏതാണ്ട് ഒരേ സമയത്താണ് ഈ സീസൺ വരുന്നത്. അപ്പം നല്ല റഷായിരിക്കും കടകളിൽ. അപ്പം നമുക്ക് കിട്ടേണ്ട അറ്റൻഷൻ അങ്ങനെ കിട്ടണം എന്ന് നിർബന്ധമില്ല. അപ്പം കുറച്ച് നാൾ മുന്നേ ഒരു 2 to 2.5 months എങ്കിലും ഇൻ പ്രയർ നമ്മളുടെ വെഡിങ് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ആദ്യമേ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം നേരെ അങ്ങ് എടുക്കാതെ ഒരു റിസർച്ച് ഇതിനെപ്പറ്റി എൻ്റെ സ്കിൻ ടോൺ എന്താണ്. അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും സ്റ്റൈലിസ്റ്റിനെ ഹയർ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം എന്തെങ്കിലും ഒരു നിർവാഹം ഉണ്ടെങ്കിൽ ഒരു നല്ല സ്റ്റൈലിസ്റ്റിനെ നമ്മൾ ഹയർ ചെയ്യണം. പക്ഷേ ഇപ്പം നമ്മൾ ഇപ്പം ചങ്ങനാശ്ശേരിയിലോട്ടൊക്കെ ഇപ്പം ഒരു അച്ചായനോട് പറയുകയാണ് സ്റ്റൈലിസ്റ്റ്, എന്നതാ സ്റ്റൈലിസ്റ്റ് എന്ന് പറയും. ഞങ്ങളുടെ ഭാഷ പറഞ്ഞ് എന്നതാ ഈ സ്റ്റൈലിസ്റ്റ്, മേക്കപ്പും പോരാഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പോൾ വേറെ ആളെ ഇതിനു വേണ്ടി തന്നെ, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇപ്പം നമ്മളിപ്പോൾ
ഇപ്പം സാധാരണക്കാരുടെ സ്റ്റൈലിലാണ് ഞാൻ പറയുന്നത്. അപ്പം ആ സ്റ്റൈലിസ്റ്റിനെ ഹയർ ചെയ്യാൻ പറ്റത്തില്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മളുടെ പോലെ ഏകദേശം ഫീച്ചറുള്ള ഏതെങ്കിലും ഒരു സിനിമ നടിയോ നടനോ ഉണ്ടായിരിക്കും. അപ്പം ഇവരെന്നതാ എന്നാ കളേഴ്സാണ് ഇടുന്നത്, എങ്ങനത്തെ ഡ്രസ്സിങ് ആണ് ചെയ്യുന്നത്, എങ്ങനത്തെ സാരീസ് ആയിരിക്കും ഉടുക്കുന്നത്, ഏത് സാരിയിൽ എങ്ങനത്തെ ബോർഡേഴ്സാണ്, ഏതൊക്കെ ഡ്രസ്സസ്. ഇപ്പോൾ സാരി മാത്രമല്ല, നമ്മൾ ലെഹങ്കയും ഗൗണും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവരെ പോലുള്ള നമ്മുടെ പോലത്തെ ഫീച്ചറുള്ള ആൾക്കാർക്ക് എങ്ങനത്തെ ഡ്രസ്സുകളൊക്കെയാണ് ഇവരിടുന്നത് എന്നുള്ളത് നമ്മളൊന്ന് നോക്കി ഒന്ന് അനലൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ബെറ്റർ ഐഡിയ ഉണ്ടായിരിക്കും. നമുക്ക് ഫുള്ളി ഇപ്പം ഒരേപോലെയുള്ള ആൾക്കാർ ആയിരിക്കണം എന്നില്ല ഈ ഡിസൈനേഴ്സും, അതുപോലെ തന്നെ ഒരേപോലെയുള്ള ആൾക്കാരായിരിക്കണം എന്നില്ല നമ്മളെ സെയിൽസിലുള്ള ആൾക്കാരും. അപ്പോൾ ഏത് കടയിൽ ചെന്നാലും ഇപ്പം നമുക്ക് തന്നെ നമ്മളെപ്പറ്റി തന്നെ ഒരു അവബോധം ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റും. ഇങ്ങനെ കുറച്ചൊന്ന് റിസർച്ച് നടത്തിയെങ്കിൽ ആർക്കും നമ്മളെ കൂടുതലായിട്ട് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അതുമാത്രമല്ല, ഒരു ബെറ്റർ ഐഡിയ ആയിട്ട് നമ്മൾ അവിടെ ചെന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആൾക്കാർക്കും പെട്ടെന്ന് നമുക്ക് കിട്ടും. അതായത് ഞാൻ ചോദിക്കാറുണ്ട്, റെഫറൻസ് പിക്ചർ ചോദിക്കാറുണ്ട്. കാരണം നമ്മൾ പറഞ്ഞു ഫലിപ്പിക്കുന്നതിനേക്കാളും പെട്ടെന്ന് ഈസിയാണ് ഈ ഫോട്ടോ കാണുമ്പോൾ ഇവർക്ക് എന്നതാ ഇവർ ഉദ്ദേശിക്കുന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പം അങ്ങനെ ഒരു റിസർച്ച് നടത്തുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു സാരി നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഈ കളറിൻ്റെ അടുത്തുള്ളൊരു ചുരിദാറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാരി ഇച്ചിരി കൂടെ ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സാരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലും നല്ലത് തന്നെയായിരിക്കും. പക്ഷേ എന്നാലും കാഞ്ചീപുരം സാരിയിൽ അത് വർക്ക് ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിന്തറ്റിക് വേർഷനിലുള്ള സാരിയും ഈ കാഞ്ചീപുരം സാരിയായിട്ട് ഭയങ്കര വ്യത്യാസമായിരിക്കും. അപ്പം അത് നമുക്ക് അത്ര ആപ്ലിക്കബിൾ അല്ല. അപ്പം അങ്ങനെ ഒരു ഇത് ചെയ്തതിന് ശേഷം നമ്മൾ സാരി എടുക്കുന്നതിന് മുന്നേ നമ്മുടെ ഒരു ബഡ്ജറ്റ് നമ്മൾ ഏകദേശം മനസ്സിലുണ്ടായിരിക്കണം. ഞാൻ ഒരു കാരണവശാലും ഒരു 20,000 എടുക്കാൻ വരുന്ന ഒരാളെ 50,000-ലേക്ക് പുഷ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ നമ്മുടെ സ്റ്റാഫിനോടും പറയാറുണ്ട്, 50,000-ൻ്റെ സാരി കണ്ടതിന് ശേഷം 20,000-ത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടപ്പെടത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ 20,000-ൻ്റെ സാരി ആയിരിക്കും നമ്മൾ എടുക്കുന്നത്, പക്ഷേ നമുക്കതിനൊരു വാല്യൂവും തോന്നത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടാതെ എന്തോ ഒരു ലെസ് പ്രൈസ്ഡ് ആയിട്ടുള്ളൊരു സാധനം നമ്മൾ എടുത്തതുപോലെ തോന്നും. ഞാൻ സാധാരണ കച്ചവടക്കാരൻ്റെ സ്റ്റൈലിലല്ലായിരിക്കും സംസാരിക്കുന്നത്, ഞാൻ വേറെ തിരിച്ചായിരിക്കും. നമുക്ക് മാക്സിമം നമ്മൾ നോക്കി 20,000 ആണ് ഞാൻ നോക്കുന്നത്, ഒരു 50,000 രൂപ വരെ ആയാലും കുഴപ്പമില്ല എന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഇതെല്ലാം നോക്കണം. ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഏതാ ഓപ്ഷൻ എന്നുള്ളത് നിങ്ങൾ നോക്കിയെടുക്കേണ്ടി വരും. അപ്പോൾ ആദ്യം നമ്മുടെ ഒരു ബഡ്ജറ്റ് നമ്മൾക്ക് ഫിക്സ് ചെയ്യണം. നമ്മളിപ്പം ചെറുക്കൻ്റെ വീട്ടുകാരാണെന്നുണ്ടെങ്കിലും ഇപ്പം ഈ സെയിൽസ് പേഴ്സണോട് ഇതിനെപ്പറ്റി ഒരു ബഡ്ജറ്റിനെ പറ്റി ഒരു അവബോധം കൊടുത്തേക്കണം. അതിനകത്തുള്ളതിലെ ഏറ്റവും ബെസ്റ്റ് എന്താ, അതാദ്യം കണ്ടതിന് ശേഷമേ നിങ്ങൾ മറ്റതിലേക്ക് കാണാൻ പാടുള്ളൂ. അപ്പം നമ്മൾ അത് ഒന്ന് ബഡ്ജറ്റ് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ സാരി ഇപ്പം നമ്മൾ എല്ലാവരുമായിട്ട് ഒരുമിച്ച് നേരെ വന്ന് സാരി എടുക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്നാന്ന് വെച്ചാൽ പല ആൾക്കാർക്ക് പല അഭിപ്രായമായിരിക്കും. ഇപ്പം എനിക്ക് ലൈറ്റ് കളർ മാത്രമേ ചേരത്തുള്ളൂ എന്ന് എൻ്റെ അമ്മ പറയും, അപ്പം പറയും നിനക്ക് ഡാർക്കേ ചേരത്തുള്ളൂ. അപ്പം വീട്ടിൽ തന്നെ ഉള്ള ആൾക്കാർക്ക് രണ്ട് അഭിപ്രായമാണ്. അപ്പം ഇതേ സാധനം തന്നെയാണ്. അപ്പം ഈ ആൻറ്റിമാരും ഒരുപാട് ഇപ്പം തൃശ്ശൂരിൽ നിന്നൊക്കെ നമ്മുടെ അവിടെ സാരി എടുക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ ഇവർ നമ്മുടെ ഒരു ട്രാവലറൊക്കെ പിടിച്ചിട്ടായിരിക്കും വരുന്നത്. അത്രയും ആൾക്കാർ അത് അവരുടെ ഒരു സന്തോഷമാണ്. കാരണം വീട്ടിൽ അപ്പം നമുക്കൊരു സന്തോഷമാണ്, എൻ്റെ മന്ത്രകോടി എടുക്കാൻ എൻ്റെ ആൻറ്റിമാരും മംഗളുമാരും എല്ലാവരും വന്നു എന്ന് പറയുന്നത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഇതിനകത്ത് പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പെങ്കൊച്ചിന് ആ സമയത്ത് അവളുടെ ഇഷ്ടം അവിടെ ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ആൾക്കാരെ ഞാൻ കാണാറുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഉടുത്ത് നോക്കുമ്പോഴത്തേന് ഇതാ നല്ലത്, അവൾക്ക് ആഗ്രഹം ഇതായിരിക്കും, പക്ഷേ എല്ലാവരും പറയുന്ന അനുസരിച്ച് ഇപ്പം ചിലപ്പം ആൻറ്റിമാർക്കും അങ്കിളുമാർക്കും അവർക്ക് അറിയണമെന്നില്ല ഇപ്പോഴത്തെ ട്രെൻഡ് എന്താ, അതുപോലെ ഇവളുടെ ആഗ്രഹം എന്താണെന്നുള്ളത്. കാരണം കൂടുതലും ചെറുക്കൻ്റെ വീട്ടുകാർക്കാണ് മന്ത്രകോടി എടുക്കാനുള്ള അവകാശം, അങ്ങനെയാണല്ലോ. അപ്പം അവരായിരിക്കും ഓവർ പവർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേന് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് ഇപ്പം ഞങ്ങളുടെ കടയല്ല എവിടെയാണേലും ആദ്യം നിങ്ങൾ ചെറുക്കനും പെണ്ണും കൂടെ നിങ്ങൾ ഒരു ധാരണയിലെത്തിയിട്ട് ഒരു ഇച്ചിരി സമയം നേരത്തെ എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞ് ഇവിടേക്ക് തന്നെ വന്ന് കുറച്ച് സാരി എടുത്ത് മാറ്റി വെച്ചേക്കുക. ഇതിനകത്തുനിന്നുള്ള സാരി ചേച്ചി കാണിച്ചേക്കണമെന്നുള്ളത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ ചേച്ചിമാരും കുറച്ച് ഒരു സോഫ്റ്റ് കോർണറുള്ള ആൾക്കാരായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആ സാരിക്കകത്തുനിന്ന് നിങ്ങൾക്ക് സാരി സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പം ഞാനൊരു സാധാരണ ആൾക്കാർ പറയാത്തൊരു ടിപ്പ് ഞാൻ പറയായിരുന്നു. അങ്ങനെ ഒരു സംഭവം കൂടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും.
ബേസിക്കലി ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എന്ന് തോന്നുന്നു. പക്ഷേ ഈ ലെഹങ്കയും ഗൗണും ചെയ്യുന്ന ആൾക്കാർ ഒരു കാരണവശാലും നിങ്ങളൊരു 1.5 to 2 മാസം മിനിമം ഇൻ പ്രയർ ഓർഡർ പ്ലേസ് ചെയ്യണം. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലത് മന്ത്സ് എടുക്കുന്നതുണ്ട്. നമ്മൾ ഏറ്റവും കൂടിയ ബഡ്ജറ്റിൽ ചെയ്തിരിക്കുന്ന 4.5 lakhs ഒരു ലെഹങ്ക ചെയ്തിട്ടുണ്ട്. 4.5 lakhs അത് മുഴുവനും ചെയ്തിരിക്കുന്ന മുഴുവൻ ഹാൻഡ് വർക്ക്, സർദോസി, സ്റ്റോൺസ്, ബീഡ്സ് കൊണ്ടിട്ടുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് ഡേ ആൻഡ് നൈറ്റ്, ഡേ ഒരു ഷിഫ്റ്റ്, നൈറ്റ് വേറൊരു ഷിഫ്റ്റ് ചെയ്ത് 1 മാസം കൊണ്ടിട്ടാണ് ഇത് വർക്ക് മാത്രം കംപ്ലീറ്റ് ചെയ്തത്. ഒറ്റ മാസം എന്ന് വെച്ചാൽ അവർക്ക് സമയമില്ലായിരുന്നു. ശരിക്കും ഒരു 2 മാസം അടുത്ത് എടുക്കേണ്ട സാധനമാണ്. പക്ഷേ എക്സ്ട്രാ വർക്ക് ചെയ്ത് ഇത് ചെയ്ത് നമ്മളത് ചെയ്തെടുക്കുകയായിരുന്നു ചെയ്ത്. ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ അതുകൊണ്ട് മാത്രമായിരിക്കണം എന്നില്ല. ചിലപ്പം സിമ്പിൾ വർക്കായിരിക്കും. ഇപ്പം ഡൈ ചെയ്ത് മിനിമൽ ഹാൻഡ് വർക്കൊക്കെ ചെയ്ത് മേരെ സ്റ്റിച്ചിങ്ങിന് കയറ്റിയാൽ മതിയായിരിക്കും. പക്ഷേ അത് അപ്പം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ ഇൻ പ്രയർ ഉള്ള ഓർഡേഴ്സ് തീരുന്നതനുസരിച്ചേ നമുക്കിത് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ പട്ട് സാരികളും അതിൻ്റെ ഹിസ്റ്ററി, കൾച്ചർ എല്ലാം എനിക്ക് അറിഞ്ഞുകൂടാട്ടോ. ഇത് ഈ കുറേ കാര്യങ്ങൾ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഹിസ്റ്ററി, ഇമ്പോർട്ടൻസ്, കാര്യങ്ങളുടെ ഈ ജെൻസി ആയിട്ടുള്ള നമ്മളൊക്കെ എങ്ങനെ വിളിക്കുന്നത് ആൾക്കാരുടെ അപ്രോച്ച് എങ്ങനെയാണ് ഈ ഒരു സാരി വേൾഡിലോട്ട്? എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഒരൊറ്റ എക്സാമ്പിളിനോടുകൂടി നിങ്ങൾക്ക് അതിൻ്റെ ഇത് മനസ്സിലാവും. എൻ്റെ അമ്മയ്ക്ക് മര്യാദയ്ക്ക് സാരി ഉടുക്കാൻ അറിയത്തില്ല. പെങ്ങൾക്ക് നല്ല ഒന്നാന്തരം അടുത്ത് വൃത്തിക്ക് സാരി ഉടുക്കാനും അറിയാം, ഉടുപ്പിക്കാനും അറിയാം. ഇത്രയും തന്നെ. അതായത് നമ്മളുടെ അമ്മമാരുടെ ഒരു സ്റ്റൈൽ അനുസരിച്ച് അവർ സൽവാർ അത് യൂസ് ടു ആയി അങ്ങനെ തന്നെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം പിള്ളേർക്ക് കുറച്ചും കൂടെ സാരി നോളജ് ഭയങ്കര കൂടുതലാണ്. ഡ്രൈപ്പിങ്ങിൻ്റെ ഭയങ്കര ക്ലാസി ഡ്രൈപ്പിംഗ് സ്റ്റൈലുകൾ പരീക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതിനകത്തൊരു വ്യത്യാസം എന്നാന്ന് പറഞ്ഞാൽ, ഒരു ടീച്ചർ, നമ്മുടെ മനസ്സിലുള്ളൊരു ടീച്ചറിന് രൂപേണ ഒരു സാരി ഉടുത്ത ടീച്ചേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സാരി ഉടുത്ത് വരുമ്പോഴത്തേനും പിള്ളേരുടെയും ബാക്കിയുള്ളവരുടെയും അപ്രോച്ചും അല്ലാതെ ഇപ്പം ടീച്ചേഴ്സിന് സൽവാർ ഇടാനായിട്ട് ഇതാണല്ലോ. അപ്പം സൽവാർ ഇടുമ്പോഴത്തേനുള്ള ഡിഫറൻസും പെട്ടെന്ന് ആ ആൾക്കൊരു കോൺഫിഡൻസിനെ കൊടുക്കാനായിട്ടും ആ ആളെ ബാക്കിയുള്ള ക്രൗഡിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിർത്താനായിട്ടും ആ ഒരു പീസ് ഓഫ് ക്ലോത്തിന് പറ്റും എന്നുണ്ടെങ്കിൽ വൈ നോട്ട് എ സാരി? അത് ജെൻസി ആൾക്കാർക്ക് നന്നായിട്ട് അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സ്ലീവ്ലെസ് ബ്ലൗസ് ഒക്കെ ഇട്ട്, അല്ലെങ്കിൽ ഇപ്പം ബ്ലൗസുകളുടെയൊക്കെ ട്രെൻഡുകൾ ഭയങ്കരമായിട്ട് മാറി. അപ്പം ബ്ലൗസിൽ പാറ്റേണുകൾ വ്യത്യാസപ്പെടുത്തി സാരി വ്യത്യസ്തമായിട്ടുള്ള ഡ്രൈപ്പിംഗ് സ്റ്റൈലുകൾ പരീക്ഷിച്ച് ഇപ്പം ഈവൻ ഓഫീസ് വെയർ ആയിട്ടും അല്ലാതെയും ഒക്കെ സാരി ഭയങ്കര നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. എന്നോട് ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, എടാ ഈ ഒരു കാലം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സാരി ആരും എടുക്കാനാ? എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആന്നേ, ഞാൻ നല്ല കോൺഫിഡൻ്റാ. സാരി ഇതിനേക്കാളും നല്ലതായിട്ട് ഉറപ്പായിട്ട് അടുത്ത ജനറേഷൻ ആൾക്കാർ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആരാ ഉള്ളത്? നമ്മുടെ നാട്ടിൽ ഇപ്പം ഞാൻ കോട്ടയത്ത് അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയിലൊക്കെ ഇങ്ങനെ ഈ എക്സ്പോർട്ടിങ് ക്വാളിറ്റിക്ക് കൊള്ളത്തില്ലാത്ത കുറച്ച് ആൾക്കാരെ ബാക്കി വെച്ചാൽ ബാക്കിയുള്ള ആൾക്കാരെല്ലാം UK-ലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെയാണ്. പക്ഷെ അവർ പോലും അവർക്ക് അവിടുത്തെ പിള്ളേർക്ക് അറിയാം നന്നായിട്ട് സാരി ഉടുക്കാൻ. കാരണം അവർ നമ്മളെക്കാളും കൂടുതൽ ഗെറ്റ് ടുഗദേഴ്സ് അവർക്കുണ്ട്, ഇന്ത്യൻ ഇതുണ്ട്. അപ്പം അങ്ങനെയുള്ള സംഭവം വരുമ്പോഴത്തേനും അവർ സാരി ഉറപ്പായിട്ടും ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അവർ ഉറപ്പായിട്ടും സാരി ഉടുത്താണ് അവർ പോകുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് സാരി കൾച്ചർ ആയിരിക്കും ഇനി അങ്ങോട്ടുള്ള കൾച്ചർ എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ലൈക്ക് 10,000 സാരി, 20,000 സാരി, 50, പിന്നെ അങ്ങോട്ട് ഞാൻ കേട്ടില്ല. നമുക്കിപ്പം കാഞ്ചീപുരം സാരിയിൽ 1.5 ലക്ഷം രൂപ വരെയുള്ള സാരീസ് ആണ് ഇപ്പൊ നമ്മുടെ വെച്ചിരിക്കുന്നത്. മാക്സിമം 1.5 lakhs കാഞ്ചീപുരം സാരിയാണ് കാഞ്ചീപുരം സാരി. അപ്പോൾ ഈ 10,000, 20,000, 50,000 ഈ റേഞ്ചുകളിലുള്ള സാരികൾക്ക് എന്തൊക്കെ ഡിഫറൻസസ് ആണ് വരുന്നത് ശരിക്കും? അപ്പം നമ്മൾക്ക് ഈ ഒന്ന് ഹാൻഡ്ലൂം, പവർലൂം, അതായത് നമ്മൾ കൈകൊണ്ട് നെയ്യുന്ന സാരിക്ക് തന്നെയാണ് ഇപ്പോഴും ഡിമാൻഡ് കൂടുതൽ. പക്ഷെ ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ, നമുക്ക് പറ്റുന്ന സമയമാണ് ഈ ഒരു ഏജും കൂടെ കുറച്ച് നാളും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ സീസൺ അവസാനിക്കാൻ പോവുക. ഇനി ഹാൻഡ് വോവൺ ആയിട്ടുള്ള സാരീസ് കിട്ടാൻ പോകുന്നില്ല. കാരണം ആ ആൾക്കാരെല്ലാം പ്രായമായി. ഈ ഒരു സംഭവം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരും ഈ ഒരു പരിപാടിക്ക് ഇറങ്ങത്തില്ല. ഹാൻഡ് വോവൺ ആയിട്ടുള്ള സാരീസിൻ്റെ സീസൺ കഴിയാൻ പോവുക. പറ്റുകയാണെങ്കിൽ ഒരു ഹാൻഡ് വോവൺ ആയിട്ടുള്ള സാരി തന്നെ, ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സാരി. കാരണം നമ്മൾ ഡെയിലി ഉടുക്കുന്ന പോലെയോ അല്ലെങ്കിൽ വേറൊരാളുടെ ഫംഗ്ഷൻ ഉടുക്കുന്ന പോലെ അല്ല നമ്മളുടെ കല്യാണ
തന്നെയാണ് സാരി. അപ്പം നമ്മളത് ഒരു ഹാൻഡ് വോവൺ ആയിട്ടുള്ളൊരു സാരി തന്നെ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതൊരു ഒരു ഒരു സന്തോഷം. അപ്പം ഈ പറഞ്ഞതുപോലെ നമുക്ക് അത് അതിൻ്റെ ഒരു പ്രൈസിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. രണ്ടാമത്തെ വേറൊരു കാര്യം, ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്ന സെറി, സീക്കോ വരാം, പല പല മിക്സ്ഡ്. ഇപ്പം നമുക്ക് തന്നെ മനസ്സിലാവത്തില്ല ഇത് ഏത് സെറിയാണ് എന്നുള്ളത്. ഈ നമ്മുടെ വീവർ പറയുമ്പോഴേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. അപ്പം ഇതിലേക്ക് 1 ഗ്രാം സെറി ഗോൾഡ് യൂസ് ചെയ്തിട്ടുണ്ടാവും, സിൽവർ യൂസ് ചെയ്തിട്ടുണ്ടാവും, അതുപോലെ പ്ലാറ്റിനം സെറി എന്ന് പറയുന്ന സെറി വന്നിട്ടുണ്ട്, റോസ് ഗോൾഡ് സെറി വന്നിട്ടുണ്ട്. അപ്പം ഇതിലേക്കുള്ള സിൽവറിൻ്റെയും ഗോൾഡിൻ്റെയും കണ്ടന്റിൻ്റെ വ്യത്യാസം അനുസരിച്ച് സാരിയുടെ ഓവറോൾ പ്രൈസ് പിന്നെയും വ്യത്യാസം വരാം. പിന്നെ മൂന്നാമത്തെ പാറ്റേൺ. അപ്പം നമുക്കിപ്പോൾ കോമൺ ഡിസൈൻസ് ആയിട്ടുള്ളത് നമ്മുടെ കടയിൽ സാധാരണഗതിക്ക് ഉണ്ടാവത്തില്ല. കാരണം കോമൺ ഡിസൈൻസ് ഞാൻ എടുത്ത് വെക്കാറേ ഇല്ല. ഞാൻ വിശ്വസിക്കുന്ന എന്നാ കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ ബ്രൈഡ്സും യുണീക്ക് ആയിരിക്കണം. അപ്പം ഞാൻ ഇപ്പം അതിൻ്റെ തന്നെ എനിക്കറിയാം ഇത് മുഴുവൻ ഒരു 10 സാരി എടുത്താൽ ഇത് വിറ്റ് പോകും എന്നുണ്ടെങ്കിലും ഞാൻ എടുക്കത്തില്ല. മാക്സിമം ഒരു 2 സാരിയിൽ കൂടുതൽ ഒരു കാരണവശാലും ഞാൻ നമ്മുടെ സ്റ്റോറിൽ എടുത്ത് വെക്കത്തില്ല ഒരേ സാരിയുടെ തന്നെ. അതിൻ്റെ തന്നെ ഒരു 10 കളേഴ്സും എടുത്ത് വെക്കത്തില്ല. മാക്സിമം ഒരു 2 കളറിലെ 3 കളറിൽ കൂടുതൽ ഒരിക്കലും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. കാരണം ആ ഒരു ബ്രൈഡിന് അത് കോമൺ ആവരുത് എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പം ഞാൻ പറയുന്നത് മോട്ടീവ്സിനകത്ത് കോമൺ മോട്ടീവ്സ് ആണെങ്കിൽ റേഞ്ച് കുറച്ചും കൂടെ കുറവായിരിക്കും, കുറച്ചും കൂടെ ക്ലാസി ആയിട്ടുള്ള, അതായത് ബേസിക്കലി ഈ മാസ്റ്റർ വീവേഴ്സിൻ്റെ കയ്യിൽ നിന്നായിരിക്കും നമ്മൾ സാരീസ് മേടിക്കുന്നത്. അതായത് വീവേഴ്സും ഉണ്ടാവും, മാസ്റ്റർ വീവേഴ്സും ഉണ്ടാവും. അപ്പം എല്ലാ സ്ഥലത്തും അങ്ങനെ വീവേഴ്സ് ഉണ്ട്. അപ്പം അങ്ങനത്തെ മാസ്റ്റർ വീവേഴ്സിൻ്റെ വർക്കിന് ഡെഫിനറ്റ് ആയിട്ട് പ്രൈസ് കൂടുതലായിരിക്കും. അപ്പം ഈ സെയിം സെറി ആയിരിക്കും ഇവർ യൂസ് ചെയ്യുന്നത്, പക്ഷേ ഇതിനകത്തെ മോട്ടീവിനകത്ത് വ്യത്യാസം ഉണ്ടാവും, ഇതിനകത്തെ ഡിസൈൻസിനകത്ത് വ്യത്യാസം ഉണ്ടാവും. അപ്പം അങ്ങനെയും പ്രൈസിൽ വ്യത്യാസം വരും. പിന്നെ നമുക്ക് നൂലിൻ്റെ എണ്ണം. അപ്പം ചില ആൾക്കാർ പറയാറുണ്ട് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതിന് പ്രൈസ് കൂടുതൽ. പക്ഷെ അങ്ങനെ അല്ല. ലൈറ്റ് വെയിറ്റ് അല്ല, സാരി കുറച്ച് ഇത്രയെങ്കിലും വേ ചെയ്യണം എന്നാണ് പറയുന്നത്. കാരണം നൂലിൻ്റെ എണ്ണം ഡബിൾ വാർപ്പ് ആണെങ്കിൽ 2 അല്ലെങ്കിൽ ഇത്ര നൂല് 2, 3, 4 നൂല് ആയിരിക്കും ഒറ്റ സ്റ്റാൻഡിൽ ഉണ്ടായിരിക്കുക. അപ്പം നൂലിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ചും റേറ്റ് കൂടും. അപ്പം നമുക്ക് ബേസിക്കലി നമ്മൾ സാരി ഉടുക്കുമ്പോഴത്തേന് പ്ലീറ്റ് എടുക്കുമ്പോഴത്തേന്, എസ്പെഷ്യലി കാഞ്ചീപുരം സാരികൾ പ്ലീറ്റ് എടുക്കുമ്പോഴത്തേന് കുറച്ച് വെയിറ്റ് ഉണ്ടെങ്കിൽ, നമ്മൾ ഹാൻഡ് വർക്ക് സാരീസിലാണെങ്കിലും കണ്ടിട്ടില്ലേ, ഇപ്പം ഓർഗൻസയൊക്കെ ആണെങ്കിലും താഴേക്ക് ബോർഡറിലേക്ക് കുറച്ച് വെയിറ്റ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് പ്ലീറ്റിൽ അങ്ങനെ കിടക്കും. ഇപ്പം ഈ കാഞ്ചീപുരം സാരീസിലും ഇതേ സെയിം സാധനം തന്നെ. വെയിറ്റ് ഉണ്ടെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് പ്ലീറ്റ് എടുത്താൽ പ്രോപ്പറായിട്ട് കിടക്കും, മേളിലേക്കും പ്ലീറ്റ് എടുത്താൽ കറക്റ്റായിട്ട് നിൽക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഇതിൽ സാധാരണ വരുന്നത്. തീരെ ലൈറ്റ് വെയിറ്റ്, ഇത് നമ്മൾ ഉടുത്ത് കഴിയുമ്പോഴത്തേന് ഇതിന് മാത്രം വെയിറ്റ് നമുക്ക് തോന്നത്തില്ല. ഹാൻഡ് വർക്ക് സാരീസിലല്ല ഞാൻ പറയുന്നത് കേട്ടോ. കാഞ്ചീപുരം സാരീസിൽ എങ്ങനെ പോയാലും നമ്മൾ ഉടുത്ത് കഴിയുമ്പോഴത്തേന് ഈ ഭയങ്കര വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യത്തൊന്നുമില്ല. അപ്പം കാഞ്ചീപുരം സാരി ആണെങ്കിൽ ഒരു നല്ല ഹാൻഡ് വോവൺ ആയിട്ടുള്ള കാഞ്ചീപുരം സാരി തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സാരി ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സാരി നമ്മൾ എടുക്കുമ്പോൾ ഇപ്പം ഇത്രയും പ്രൈസ് റേഞ്ച് പറഞ്ഞല്ലോ. അപ്പോൾ ജസ്റ്റ് ഫോർ എ ക്യൂരിയോസിറ്റി ഐ ആം ആസ്കിങ്, ലൈക്ക് സാരിയിൽ ഇപ്പം ലെഹങ്ക പറഞ്ഞു 4.6 lakhs, 5 lakhs ആണ് മാക്സിമം വന്നിട്ടുള്ളത് എന്നുള്ളത്. ഒരു സാരി വന്നിട്ട് അത്രയും ഹൈ കോസ്റ്റ് ഒരു സാരി വന്നിട്ടുള്ളൊരു ഡിസൈൻ ഏതായിരിക്കും ചെയ്തിട്ടുണ്ട്? അവൻ ഹൗ മച്ച് ദ മണി വാസ്? സാരിയിലും ഈ പറഞ്ഞതുപോലെ നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള സാരിയാണ് ഏറ്റവും കൂടിയ ഒരു സാരിയായിട്ട്. അതൊരു 3 lakhs റേഞ്ചിലുള്ള ഒരു സാരി മാക്സിമം ഞാൻ ചെയ്തിട്ടുള്ള സാരി. അത് കാഞ്ചീപുരം സാരി ആയിരുന്നില്ല, അത് ഈ പറഞ്ഞതുപോലെ ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ളൊരു സാരി ആയിരുന്നു. അതൊരു മുസ്ലിം ബ്രൈഡിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു സാരി ആയിരുന്നു. പക്ഷെ അത് നമുക്ക് പുറത്ത് വിടാനോ അതിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കാൻ പോലും നമുക്ക് പെർമിഷൻ ഇല്ലായിരുന്നു. കാരണം അത് അവർക്ക് വേണ്ടി ചെയ്തിരുന്ന ഒരു സാരിയാണ്. അതിൻ്റെ മോട്ടീവ് നമുക്ക് അതൊക്കെ പറഞ്ഞിരുന്നു, ഇത് നമുക്ക് ഇനി വേറെ ആർക്കും യൂസ് ചെയ്യാൻ പാടില്ല. ആ മുസ്ലിം ബ്രൈഡ് ആയതുകൊണ്ട് തന്നെ അവർ ഞങ്ങൾക്ക് ഫോട്ടോസ് പോലും തന്നില്ല. നമുക്ക് അതിനകത്ത് സോഷ്യൽ മീഡിയാസിനകത്തൊന്നും ആ സാരി, ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ ഗ്രാൻഡ് സാരി. അതായിരുന്നു ഞങ്ങൾ ചെയ്തിട്ടുള്ളതിലെ ഏറ്റവും നല്ല വർക്ക് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു സാരിയാണ്. പക്ഷേ ഇത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇപ്പോൾ ഒരുപാട് എന്താ പറയാ പട്ട് സാരികളുടെ കഥകൾ അറിയുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഈ കഥകൾ തേടി അല്ലെങ്കിൽ ഈ ഡിസൈൻസ് തേടി യാത്രകൾ ചെയ്തിട്ടുണ്ടോ? ലൈക്ക് പല നാടുകൾ, അവിടുത്തെ കൾച്ചേഴ്സ്, അവിടുത്തെ ഡിസൈൻസ്, വെറൈറ്റീസ് ഓഫ് സാരീസ്, അങ്ങനെ നമുക്ക് ഓരോ യാത്രകൾക്കും അതിൻ്റെ ഒരു പേർപ്പസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പോയ എല്ലാ യാത്രകൾക്കും ഒരു പർപ്പസ് ഉണ്ടായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു നല്ല ദൈവവിശ്വാസിയാണ്. അപ്പം ഓരോ യാത്രകളും ഞാൻ പ്ലാൻ ചെയ്യാറില്ല.
ദൈവം പ്ലാൻ ചെയ്യും, ആ സമയത്ത് ഞാൻ എഴുന്നേറ്റ് അങ്ങ് പോവുക എന്നുള്ളതാണ്. അപ്പം ഓരോ യാത്രകൾക്കും ശരിയാണ്, ഒരു പർപ്പസ് ഉണ്ടായിട്ടുണ്ട്. ഒരു പുതിയ വീവറെ കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു വെറൈറ്റി കൊണ്ടുവരുമോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരാനോ ഇതുവരെ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പം എത്ര യാത്രകൾ വേണം നടത്തുന്നതിന്. ഇതിപ്പം ആദ്യം ഒന്നും ഏജൻസും ഇതൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. നമുക്ക് അറിയത്തില്ലല്ലോ ഈ ബിസിനസ് എന്താണെന്ന് പോലും അറിയത്തില്ലാതെ തുടങ്ങിയ ഒരാളാണ് ഞാൻ. അപ്പം ആദ്യമേ ഇവിടെ സാരി കിട്ടും അവിടെ സാരി കിട്ടും ഇങ്ങനെ കേൾക്കുമ്പോഴത്തേനും അവിടെ പോയി നോക്കുമ്പോഴത്തേനും അവിടെ ഒന്നുമില്ല. നമുക്ക് വേണ്ട, അതായത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ സാരി സ്റ്റൈല് ഭയങ്കര വ്യത്യാസമാണ്. സാധാരണ സൗത്ത് ഇന്ത്യൻസിൻ്റെയോ നോർത്ത് ഇന്ത്യൻസിൻ്റെയോ സാരിയുടെ സ്റ്റൈലുകളുമായിട്ട് വളരെ വ്യത്യാസമായിട്ടുള്ളൊരു ടേസ്റ്റുള്ള ആൾക്കാരാണ് നമ്മൾ. എസ്പെഷ്യലി ഈ കോട്ടയം, ചങ്ങനാശ്ശേരി അല്ലെങ്കിൽ പത്തനംതിട്ട മുതൽ ഇങ്ങോട്ട് ഉള്ള ആൾക്കാർ, എറണാകുളത്തു നിന്നും ഇങ്ങോട്ടുള്ള ആൾക്കാർക്ക് ടേസ്റ്റ് ഭയങ്കര പേസ്റ്റൽ കളേഴ്സ്, അതിനകത്ത് തന്നെ സെറി ഭയങ്കര ഫ്ലാഷി ആവരുത്, ഇങ്ങനത്തെ മോട്ടീവ്സ്, അങ്ങനത്തെ കുറേ ഇതുള്ള ആൾക്കാരാണ് നമ്മുടെ ആൾക്കാർ. അപ്പം നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ആൾക്കാരല്ല. അപ്പം ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഏജൻസി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ കടാന്തരം പോയി സാരി തപ്പിയ സമയങ്ങളുണ്ട്. അപ്പം ആൾക്കാർ തരത്തില്ല, കാരണം ഇതൊരു വലിയ ആൾക്കാർക്കുള്ളൊരു ബിസിനസ്സാണ്. അപ്പം എൻ്റെ ഒരു പ്രായം കൂടെ കണക്കിലെടുത്തിട്ടായിരിക്കണം ഒരു ചെറിയ ചെറുക്കൻ കുറേ പ്രാവശ്യം വരുമ്പോഴത്തേന് എങ്ങനെ എന്നുള്ള വിധത്തിലായിരിക്കണം ആദ്യമേ എനിക്ക് സാരീസ് അവർ കുറച്ച് തന്നിട്ടുണ്ടായിരുന്നത്. അത് ഏകദേശം റീറ്റെയിൽ പ്രൈസിന് അടുത്തുള്ളൊരു പ്രൈസിനായിരുന്നു എനിക്ക് സാരീസ് കിട്ടിക്കൊണ്ടിരുന്നത്. കുറേ നാളും കൂടെ കഴിഞ്ഞപ്പോൾ ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് തരാൻ പറ്റത്തില്ല, അതിനകത്തൊരു ശരിയല്ലായികയുണ്ടല്ലോ. അപ്പം പിന്നെ ഞാൻ ക്വാണ്ടിറ്റി കൂടുന്നുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന എന്നാ സംഭവം എന്ന് പറഞ്ഞാൽ ഏറ്റവും വെറൈറ്റി മാത്രമേ എനിക്ക് വെറൈറ്റി എന്ന് തോന്നുന്ന സാധനം മാത്രമേ ഞാൻ എടുത്ത് സ്റ്റോറിൽ വെക്കുള്ളൂ. അപ്പം അത് എങ്ങനെയാണെങ്കിലും ഇപ്പം ഇച്ചിരി വില കൂടുതൽ, ആദ്യത്തെ സമയത്ത് ഒരു ഇച്ചിരിയും കൂടെ വില കൂടുതലാണ് എന്നുണ്ടെങ്കിലും ആൾക്കാരത് എടുത്തിരുന്നു, കാരണം വെറൈറ്റിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. അത് കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ റെഗുലറായിട്ട് പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ആൾക്കാർ കുറച്ചും കൂടെ സാരീസ് നമുക്ക് ഇച്ചിരിയും കൂടെ പ്രൈസ് കുറച്ച് ഉള്ള റേറ്റിൽ നമുക്ക് തരാൻ തുടങ്ങി. അപ്പം നമ്മൾ പിന്നെയും വളരാൻ തുടങ്ങി. പിന്നെയാണ് ഏജൻസിനെ ഞാൻ കാണാൻ തുടങ്ങി. ഏജൻസ് എന്ന് പറയുന്നൊരു ആൾക്കാരുണ്ട്, അവരാണ് ഈ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ. അപ്പം ഏജൻസിനോട് ചോദിച്ചു ഇച്ചിരി അകത്തോട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വിശപ്പും ഇല്ല ദാഹവും ഇല്ല, എനിക്ക് വേറെ യാതൊരു പ്രശ്നം, നടക്കാം ഒരു പ്രശ്നവും, എനിക്ക് സാരി കിട്ടണം. എനിക്ക് ഈ നല്ല സാരി കാണുമ്പോഴത്തേന് ആക്രാന്തം പോലെ ഒരു സാധനമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വൈഫ് പറയാറുണ്ട്, എന്നെ ഇങ്ങനെ ചാകാറായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കടയിൽ കൊണ്ടുപോയെന്ന് വെച്ചാൽ മതി, ഞാൻ പുനർജീവിക്കുമെന്ന്. ഞാൻ റിയലി ലവ് ഇറ്റ്. എനിക്ക് സാരി എന്നല്ല, ഞാൻ ചെയ്യുന്ന പ്രൊഫഷൻ, ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ ശരിക്കും എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ യാത്രകൾ എനിക്ക് ഭയങ്കര, എൻ്റെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പർച്ചേസ് ട്രിപ്പാണ്. അപ്പം നമുക്ക് അല്ലെങ്കിൽ സ്റ്റോറിൽ തന്നെയാണ് പർച്ചേസ് ട്രിപ്പുകൾ ഞാൻ ശരിക്കും എൻജോയ് ചെയ്യാറുണ്ട്. അതുപോലെ ഞാൻ എല്ലാ മാസവും കുറേ ദിവസം, ഒരു 10 ദിവസമെങ്കിലും ഞാൻ പർച്ചേസിനായിട്ട് മാറ്റി വെക്കാറുണ്ട്. ട്രാവൽ ചെയ്യുമ്പോഴേ ഈ ഓരോ സ്ഥലങ്ങൾ കണ്ടു എന്ന് പറയില്ലേ, അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇതുവരെ കാണാത്തൊരു ഡിസൈൻ അല്ലെങ്കിൽ സാരി, അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ബനാറസ് ഒന്നാമത് ബനാറസിൻ്റെ വഴികളിലൊന്നും ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ വണ്ടികളൊന്നും അധികം പോകാത്ത സൈസ് വഴികളാണ്. അപ്പം നമുക്ക് ഈ ഒരു സാരി എനിക്ക് അധികം അറിയത്തില്ലാത്തൊരു ഏജൻറ്റാണ് എന്നെ കൂട്ടിക്കൊണ്ട് പോയതാണ്. അപ്പം ഇവിടെ സാരി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഈ ഓരോ സ്ഥലങ്ങളിലേക്ക്, ഇപ്പം ഈ ഒരു ബിൽഡിങ് അത് ഇതിനിടയിൽ കൂടെ ഇങ്ങനെ ഞാൻ ഓർത്ത് ഇതിനെ കൊല്ലാൻ കൊണ്ടുപോവാണ്, ഇത് എങ്ങോട്ടേ പോകുന്നു ഇത്. അത് നമുക്ക് വേറൊരു ഒരു ഇത് തുറന്നു, അത് കഴിഞ്ഞ് നമ്മൾ കറക്റ്റ് സിനിമയ്ക്കകത്ത് കാണുന്നില്ലേ, അതുപോലെ നമ്മളൊരു വലിയ ക്വാർട്ടർ ആംഗിൾ അവിടുന്ന് ഇങ്ങനെ കയറി കഴിയുമ്പോഴത്തേനും അവിടുന്ന് വേറൊരു വഴി ഇങ്ങനെ കഥകൾ തുറന്ന് അവസാനം ഒരു സ്ഥലത്തെത്തി. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ല സാരീസ് ഡിസൈൻസ് ഞാൻ കണ്ടിട്ടേ ഇല്ല. ബനാറസി സാരീസിൻ്റെ ഒരു മാസ്റ്റർ വീവറാണ് ആ മനുഷ്യൻ. കുറച്ച് സാരി അയാൾ ഉണ്ടാക്കത്തുള്ളൂ, എനിക്ക് തോന്നുന്നു എത്രയോ സാരി ഒരു മാസം ഉണ്ടാക്കത്തുള്ളൂ. ആ സാരി അയാൾ തീരുമാനിക്കണം ആർക്ക് കൊടുക്കണം എന്നുള്ളത്. എല്ലാവർക്കും ഒന്നും കൊടുക്കത്തില്ല. നമ്മളെപ്പറ്റി പഠിച്ചതിന് ശേഷം മാത്രം ഈ സാരി ഡിസൈൻ ഔട്ട് ആവില്ല എന്ന് അയാൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇയാളിത് കൊടുക്കത്തുള്ളൂ. പക്ഷേ ഭാഗ്യവശാൽ ആ മാസ്റ്റർ വീവറും എനിക്ക് സാരി ഇപ്പം തരുന്നുണ്ട്. അതൊന്നും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ സോഷ്യൽ മീഡിയയിലോ ഒന്നും ഞാൻ പോസ്റ്റ് ചെയ്യത്തില്ല. സ്റ്റോറി വന്നിട്ട്
ഉള്ള ആൾക്കാർ മാത്രമേ അത് നമുക്ക് കാണിക്കാനായിട്ട് പെർമിറ്റഡ് ആയിട്ടുള്ളൂ. കാരണം ആ ഒരു സാധനം അത്ര കോൺഫിഡൻഷ്യലാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കാഞ്ചീപുരം സാരീസിൽ നമ്മൾ കാണുന്ന പല ഡിസൈൻസും സാധനങ്ങളും ഇല്ലേ, അതിലും ഒരുപാട് കളക്ഷൻസ് ആയിരിക്കും നമ്മുടെ സ്റ്റോറിലുള്ളത്. നമ്മൾ ഈ അതിനകത്തെ മുഴുവൻ സാധനങ്ങളൊന്നും ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പോസ്റ്റ് ചെയ്യില്ല. ഒന്ന് നമ്മുടെ തന്നെ, കാരണം നമ്മൾ കൊടുക്കുന്ന കൺസെപ്റ്റ് ഇപ്പം നമ്മൾ ഈ ചോക്കർ ബോർഡർ എന്ന് പറയുന്ന കൺസെപ്റ്റ്, 2 ബോർഡർ, ഡബിൾ ബോർഡർ കൺസെപ്റ്റ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കൺസെപ്റ്റ് ഞാനൊന്ന് പറഞ്ഞില്ലേ, ആ ഒരു കൺസെപ്റ്റ് ഞാനാണ് കൊടുത്തത്. പണ്ട് ഈ ഒരു സമയത്താണല്ലോ ഈ ഒരു ചോക്കറും ഒരു മാലയും ലെയർ ചെയ്തിട്ടുള്ള ഒരു ട്രെൻഡ് ഇറങ്ങി. അപ്പം ഞാൻ ആലോചിച്ച ഒരു കാര്യമാണ്, വൈ നോട്ട് ഇതൊരു ബോർഡറിലേക്ക് വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ച് അന്ന് ഞാൻ ആ വീവറിനോട് പറഞ്ഞു, അതായത് ഇങ്ങനെ ബോർഡർ വന്നാൽ നന്നാവില്ലേ. അപ്പോൾ ആ പുള്ളി എന്നോട് പറഞ്ഞു 20 സാരിയോ 30 സാരിയോ ഓർഡർ ചെയ്താൽ അന്ന് എനിക്ക് അത്രയും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇത് ചെയ്യാം, ഓക്കെ സാരമില്ല. അടുത്ത പ്രാവശ്യം വന്നപ്പോഴത്തേന് ഈ സാധനം അവിടെ ഉണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ടെക്സ്റ്റൈൽ ഷോറൂമിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചിരിക്കുന്ന ഒരു സാരി. അപ്പം അങ്ങനെ ഉള്ള അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പൊ ഈ സാരിയിലെ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കാം, ലൈക്ക് ഭയങ്കര കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ഇതുവരെ പിക്ചേഴ്സ് പോലും ഇറങ്ങാത്ത. ഇല്ല, നമ്മൾ ഈവൻ ബ്രൈഡ്സിന്റെ പിക്ചേഴ്സ് ഇറങ്ങിയാൽ പോലും ആ സാരിയുടെ ഡിസൈൻ അധികം കാണാത്ത വിധത്തിലുള്ള പിക്ചേഴ്സ് മാത്രമേ. വൈ ദാറ്റ് മച്ച് കോൺഫിഡൻഷ്യൽ? അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റിപ്ലിക്ക ഇപ്പോൾ ഇറക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഒരാൾ ഇത്രയും ദിവസം ഇരുന്നുണ്ടാക്കുന്നൊരു ഡിസൈനാണ്, ഒരാളുടെ ആർട്ടാണ്, ഇത്രയും നാളത്തെ വർക്കാണ്. ഈവൻ നമ്മൾക്കൊക്കെ പോലും ഞാനൊക്കെ കൊടുക്കുന്ന കൺസെപ്റ്റുകൾ സെയിം സാധനം റിപ്ലിക്ക അതിനേക്കാളും കുറവിൽ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ എല്ലാം കോസ്റ്റ് കണക്ക് കൂട്ടിയിട്ടായിരിക്കുമല്ലോ നമ്മൾ സാരി ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ തന്നെ സിന്തറ്റിക് വേർഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ട്വിസ്റ്റഡ് വേർഷൻ ഇറക്കിയിട്ട് നമുക്ക് ഇപ്പുറത്ത് വേണമെങ്കിൽ ഇതിനേക്കാളും റേഞ്ച് കുറവിൽ ഉണ്ടാക്കാൻ പറ്റും. അന്നേരം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേര് ദോഷമാവും. അതായത് സെയിം സാരി ഇപ്പുറത്തുണ്ട്, നീണ്ട കണ്ടോ അവൻ്റെ പ്രൈസ് കണ്ടോ, അങ്ങനത്തെ ഒരു സംഭവം വരും. അത് മാത്രമല്ല ആ സാരി അങ്ങ് കോമൺ ആയി പോവും, അങ്ങനെ വളരെ കോമൺ ആയി പോവും. അതിൻ്റെ ആ ഒരു യുണീക്നെസ് പോവും. അപ്പം അതുകൊണ്ട് തന്നെ അവരും സമ്മതിക്കുന്നില്ല. കുറേ സാരികൾ ഞാനും അങ്ങനെ കാണിക്കാറില്ല, കാരണം അത് അങ്ങനെ ഇത് ചെയ്യണ്ട അങ്ങനെ തന്നെ. അത് തന്നെ നമ്മളിപ്പോ ഒരു വാച്ച്, ഒരു 1.5 lakhs ഒരു വാച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഈ അങ്ങനെ കുറെ ഇപ്പൊ കാറ് അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് പറയാം. ലൈക്ക് ഈ സാരി ആണ് ഇൻവെസ്റ്റ്മെന്റ്. ഞാനങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് ഇപ്പം ഞങ്ങൾ സാധാരണക്കാരായിരുന്നു, ആയിരുന്നു എന്ന് വെച്ചാൽ ഇപ്പം ദൈവം അനുഗ്രഹിച്ച് വലിയ കുഴപ്പമില്ലാതെ വരുന്നു. പക്ഷേ ഞാൻ പണ്ടായിരുന്നെന്നുണ്ടെങ്കിലും എൻ്റെ പെങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാനുള്ള മന്ത്രകൂടി എനിക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ബഡ്ജറ്റിലായിരിക്കും ഞാൻ എടുക്കുക. കാരണം ഒന്നാമത്തെ കാര്യം, ഞാൻ എൻ്റെ വൈഫിന് കൊടുത്ത ആ മന്ത്രകൂടിയിൽ ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്താണ് ഞാൻ ആ മന്ത്രകൂടി എടുത്തത്. അപ്പോൾ എന്നെ പോലെ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ അപ്പൻ്റെ സ്വഭാവം തന്നെ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അമ്മ കൂടുതലും, ഞാൻ പറഞ്ഞില്ലേ, ഡിപ്പെൻസ്, ഓരോ ആൾക്കാരുടെ അനുസരിച്ച് വ്യത്യാസം. അമ്മ നേരെ തിരിച്ചു, അപ്പം നേരെ തിരിച്ചു. അമ്മ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വില കുറഞ്ഞ ചെരുപ്പ്, ഏറ്റവും വില കുറഞ്ഞ സാരി, ഇതിലെ ഒരു ദിവസമല്ലേ ഉള്ളൂ, അതിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളാണ് അമ്മ. അമ്മ ഞാൻ ചുരിദാറിൻ്റെ തുണി കൊണ്ടുവന്ന് തയ്ക്കാൻ അവിടെ കൊടുത്താൽ പോലും അമ്മ അത് വിൽക്കാലോ എന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് മാറ്റി വെക്കുന്ന ഒരാളാണ് അമ്മ. അപ്പം നേരെ തിരിച്ചും, പൈസ ഇല്ലാത്തപ്പോഴും ഉള്ളപ്പോഴും ഏറ്റവും ബെസ്റ്റ്. അപ്പം അങ്ങനെയുള്ള റെപ്രസെൻ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പം ഞങ്ങളുടെ പോലത്തെ വിചാരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റ്. നമ്മുടെ ഒരു ബഡ്ജറ്റ് നമ്മളല്ലേ നമ്മുടെ വില ഇടുന്നത്. അപ്പം ആ വില കൊടുത്തിട്ടാണ് ആയിരിക്കും ആ ഒരു സാരി എടുക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സ്റ്റൈലിൽ ആൾക്കാരും തെറ്റാണെന്ന് ഞാൻ പറയില്ല. കാരണം അവർക്ക് അതല്ല, അതിനേക്കാളും കൂടുതൽ വേറെ കാര്യങ്ങളിലാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ അപ്പം ബേസിക്കലി നമുക്ക് ഒരു കല്യാണ സാരി ഒരു 8,950 മുതൽ നമുക്ക് സാരീസ് സ്റ്റാർട്ട് ചെയ്യും. അതാണ് സ്റ്റാർട്ടിംഗ് റേഞ്ച്. അത് മുതൽ ഒരു ഫോർ ഒരു 1.5 lakhs വരെയുള്ള സാരീസ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഒരു ഏകദേശം ഒരു അത്യാവശ്യം ഓൾമോസ്റ്റ് ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒരു 30 to 40 അകത്തുള്ള സാരീസ് അഫോർഡ് ചെയ്യാൻ പറ്റും. അപ്പോഴേ അവിടെ ഒരു ക്ലാസ് ആയിട്ടുള്ള ഒരു ഡീസൻറ്റ് ഒരു മന്ത്രകൂടി, ഒരു നല്ല സാരി, ഒരു അത്യാവശ്യം വ്യത്യാസമുള്ള ഒരു നല്ല സാരി കിട്ടാവുന്നതാണ്. ഓക്കെ, അപ്പോ ഇപ്പൊ ഒരുപാട് സംസാരിച്ചു എംലോഫ്റ്റിനെ പറ്റിയിട്ടും അതിലെ സ്റ്റോറീസ്, ലൈക്ക് ഹൗ ഇറ്റ് ഹാപ്പൻഡ്, എവറിത്തിങ്. ലൈക്ക് ഒരു സാരി എവിടെ തൊട്ടൊരു
ഇപ്പൊ ഒരു സ്ത്രീയുടെ ഡ്രീം പോലെ തന്നെ ജോയലിനും ആ ഒരു ഡ്രീം എത്രത്തോളം ആ ഒരു പാഷൻ നമുക്ക് ശരിക്കും കാണാൻ പറ്റി. താങ്ക് യു സോ മച്ച് ജോയൽ. ലൈക്ക് താങ്ക് യു. കുറച്ച് സമയം നമുക്ക് തന്നതിലും ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് തന്നതിലും. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ യാ, ദാറ്റ്സ് ഇറ്റ്. ലെറ്റ്സ് ബിഗിൻ.